മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈറ്റോളജി എന്നുള്ള മൊഡ്യൂളാണ്. അപ്പോൾ സൈറ്റോളജി നമ്മൾ ഹിസ്റ്റോപത്തോളജിയിലൊക്കെ പറഞ്ഞതുകൂട്ട് നമ്മൾ സൈറ്റോളജി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, സ്റ്റഡി ഓഫ് സെൽസ്. ബട്ട് നമ്മൾ ഇവിടെ എന്താണ് സെല്ലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി എന്നതിലുപരി അതിനകത്ത് ഇൻവോൾവ് ആകുന്ന ടെക്നിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സൈറ്റോ ടെക്നിക്സ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സൈറ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സെൽസ് ഒബ്റ്റെയിൻഡ് ഫ്രം ടിഷ്യൂസ് ഓർ ബോഡി സെക്രീഷൻസ് ടു ഐഡൻറ്റിഫൈ ഡിസീസ്. നമ്മുടെ ബോഡിയിൽ നിന്ന് സെക്രീഷൻസ് കളക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സെൽസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്ന മെത്തേഡാണ് സൈറ്റോളജിക്കകത്ത് വരുന്നത്. അപ്പം നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ആ സാമ്പിൾ ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി, അബ്രേസീവ് സൈറ്റോളജി ആൻഡ് ആസ്പിറേഷൻ സൈറ്റോളജി. അപ്പോൾ എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ based on spontaneous shedding of cells derived from the lining of an organ into a cavity. എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ലൈനിങ് സെൽസ് ഒക്കെ എന്ത് ചെയ്യുന്ന നമ്മുടെ ബോഡി ക്യാവിറ്റിയിലേക്ക് കൊഴിഞ്ഞു വീഴുന്നത്. അത് നോർമലി ഷെഡ് ചെയ്ത് വരുന്ന സെൽസാണ്. അങ്ങനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യിക്കാതെ നോർമലി ലൈനിങ് സെൽസ് ഇളകി ഷെഡ് ചെയ്ത് ആ ഒരു ക്യാവിറ്റിയിലേക്ക് വീഴുകയും അവിടെ നിന്ന് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പ്യൂട്ടം കളക്ട് ചെയ്യുന്നു. അപ്പോൾ ആ സ്പ്യൂട്ടം കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്പ്യൂട്ടത്തിനകത്ത് എന്തുണ്ട്? നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി ട്രാക്കിലെ ലൈനിങ് സെൽസ് എല്ലാം അതിനകത്ത് കാണില്ലേ? അങ്ങനെ നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കാതെ നോർമലി ഷെഡ് ചെയ്ത് സ്പ്യൂട്ടത്തിലേക്ക് വീഴുന്ന സെൽസിനെ നമ്മൾ എടുത്തിട്ട് അനലൈസ് ചെയ്യുന്നു. അതാണ് എക്സ്ഫോളിയേറ്റീവ്. നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കാതെ നോർമലി ഫോളോ ചെയ്യുന്ന സെൽസിനെ കളക്ട് ചെയ്തിട്ട് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്നു. കണ്ടന്റ് ഓഫ് ദി സാമ്പിൾസ് ആർ ഡിറൈവ്ഡ് ഫ്രം സെവറൽ സോഴ്സസ്. നമുക്ക് ഇങ്ങനെ ഈ സ്പ്യൂട്ടം മാത്രമല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോർമലി ഷെഡ് ചെയ്ത് വീഴുന്ന സെൽസിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് വജൈനൽ പൂൾ സ്മിയർ, സ്പ്യൂട്ടം, യൂറിൻ, CSF ആൻഡ് ബോഡി എഫ്യൂഷൻസ്. ഇപ്പം വജൈനൽ പൂൾ സ്മിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാപ്പ് സ്മിയർ അല്ല ഉദ്ദേശിക്കുന്നത്. പാപ്പ് സ്മിയർ ആവുമ്പോൾ നമ്മൾ സ്ക്രേപ്പ് ചെയ്തെടുക്കുന്ന സെൽസാണ്. അപ്പം അതല്ല, നോർമലി ആ ഒരു വജൈനൽ പൂളിലേക്ക് കളക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെ നമ്മൾ എടുത്തിട്ട് അനലൈസ് ചെയ്യുന്നതാണ് വജൈനൽ പൂൾ സ്മിയർ എന്ന് പറയുന്നത്. ദെൻ സ്പ്യൂട്ടം ഉണ്ട്, യൂറിൻ ഉണ്ട്, CSF അങ്ങനെയുള്ള നോർമലി വരുന്ന ഫ്ലൂയിഡ്സിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സെക്രീഷൻസ് എടുത്തിട്ട് അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യും. നമ്മളായിട്ട് അവിടെ ബ്രഷിങ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രേപ്പ് ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നോർമലി ഷെഡ് ചെയ്ത് വീഴുന്ന സെൽസിനെ കളക്ട് ചെയ്തിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നു. The material is collected spontaneously or by a syringe. ഒന്നുകിൽ നമ്മളത് സ്പോണ്ടേനിയസ് ആയിട്ട് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതാണ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അബ്രേസീവ് സൈറ്റോളജി. അബ്രേസീവ് സൈറ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ cells are obtained directly from the surface of the target of interest. എവിടെ നിന്നാണോ നമുക്ക് ഇപ്പം ഏത് ഭാഗത്തു നിന്നാണോ നമുക്ക് എടുക്കേണ്ടത് അവിടെ നിന്നിട്ട് നമ്മളായിട്ട് കളക്ട് ചെയ്യുന്നു. ഏത് സൈറ്റിൽ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ബ്രഷിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ വാഷ് ചെയ്തെടുക്കുന്ന സെൽസ്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ബ്രോങ്കിയൽ വാഷിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ, ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് സലൈൻ ഇൻഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ സലൈൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ ലൈൻ ചെയ്തിരിക്കുന്ന സെൽസ് ആ ക്യാവിറ്റിയിലൂടെ ഈ സലൈൻ പോവുകയും അവിടെ നിന്നുള്ള സെൽസിനെല്ലാം നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് വാഷിംഗ് എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ സെർവൈക്കൽ സ്ക്രേപ്പർ നമ്മൾ എയർ സ്പാച്ചിലേക്ക് യൂസ് ചെയ്തിട്ട് സെർവൈക്കൽ സ്മിയർ എടുക്കുന്നു. അവിടെ നമ്മൾ സ്ക്രേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബ്രഷിങ്സ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നു. നോർമലി അവിടെ ലൈൻ ചെയ്തിരിക്കുന്ന സെൽസിനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളായിട്ട് ആ സെൽസിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അബ്രേസീവ് സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? അത് നോർമലി സെൽസ് ഷെഡ് ചെയ്ത് വീഴുന്ന സെൽസിനെ കളക്ട് ചെയ്യുന്നു. അബ്രേസീവ് സൈറ്റോളജി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ അവിടെ ആ ഒരു സെൽസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളായിട്ട് നോർമലി ബ്രഷിങ്സോ സ്ക്രേപ്പിങ്സോ ഒക്കെ വഴി കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് അബ്രേസീവ് സൈറ്റോളജി എന്ന് പറയുന്നത്.
സാമ്പിൾസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം സൂപ്പർഫിഷ്യൽ ഓർ ഡീപ്പ് ലീഷൻസ്. നമുക്ക് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡീപ്പ് ലീഷൻസിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു അബ്രേസീവ് സൈറ്റോളജിക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിമെൻസ് കളക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ്പിറേഷൻ സൈറ്റോളജിയാണ്. Aspiration cytology, cells are obtained from solid tissues that are not connected to a hollow viscous. Hollow ആയിട്ടുള്ള ഓർഗൻസ് അല്ലാതെ ഒരു സോളിഡ് ആയിട്ടുള്ള ടിഷ്യൂസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽസിനെ ആസ്പിറേറ്റ് ചെയ്യുന്നു. അത് ഒന്നുകിൽ നമുക്ക് സിറിഞ്ച് യൂസ് ചെയ്തിട്ട്, നീഡിൽ ആൻഡ് സിറിഞ്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീഡിൽ മാത്രമായിട്ട് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, FNAC എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം അതാണ് അവിടെ ആസ്പിറേഷൻ സൈറ്റോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് സിമ്പിൾ, സേഫ്, റാപ്പിഡ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സാമ്പിൾ കളക്ഷനെ ബേസ് ചെയ്തിട്ട് മൂന്ന് ടൈപ്പിൽ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ഈസ് exfoliative cytology, second one is abrasive cytology and third one is aspiration cytology. Exfoliative cytology എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളായിട്ടൊരു ഇൻഡക്ഷൻ കൊടുക്കുന്നില്ല, നോർമലി ഫോളോ ചെയ്ത് വീഴുന്ന സെൽസിനെ കളക്ട് ചെയ്യുന്നു. അതാണ് എക്സ്ഫോളിയേറ്റീവ്. കൊഴിഞ്ഞ് വീഴുന്ന സെൽസിനെ നമ്മളെടുത്ത് അനലൈസ് ചെയ്യുന്നു. ദെൻ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രേസീവ് സൈറ്റോളജി. നമ്മളായിട്ടൊരു സ്ക്രേപ്പിങ്, ബ്രഷിങ്സ്, വാഷിങ്സ്, അതൊക്കെയാണ് അബ്രേസീവ് സൈറ്റ്. നമ്മളായിട്ട് അതിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് സെൽസിനെ കളക്ട് ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ ഈസ് ദി ആസ്പിറേഷൻ സൈറ്റോളജി. നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള ടിഷ്യൂസിൽ നിന്നും നീഡിലൊക്കെ യൂസ് ചെയ്തിട്ട് സെൽസിനെ ആസ്പിറേറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്ന മെത്തേഡ്. അതാണ് 3 മെത്തേഡ് വരുന്നത്. ഇനി നമ്മുടെ ലാബിൽ റിസീവ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള സൈറ്റോളജി സ്പെസിമെൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ സാമ്പിൾസ് നമ്മുടെ സൈറ്റോളജി ലാബിലേക്ക് വരാം? നമ്മുടെ ബോഡി ക്യാവിറ്റിയിലുള്ള ഫ്ലൂയിഡ്സ്, അതായത് പ്ലൂറൽ ഫ്ലൂയിഡ്, ദെൻ പെരികാർഡിയൽ ഫ്ലൂയിഡ്, പെരിട്ടോണിയൽ ഫ്ലൂയിഡ്, അങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് എല്ലാം തന്നെ വരാം. ദെൻ CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വരാം, നിപ്പിൾ ഡിസ്ചാർജസ് വരാം, ബ്രോങ്കിയൽ ബ്രഷിങ്സ് ഓർ വാഷിങ്സ് ഉണ്ടാകാം, സ്പ്യൂട്ടം, ദെൻ ഗ്യാസ്ട്രിക് വാഷിംഗ്, യൂറിൻ സെഡിമെൻറ്റ്, പ്രോസ്റ്റാറ്റിക് സെക്രീഷൻസ് ആൻഡ് സെർവൈക്കോ വജൈനൽ സ്മിയർ അല്ലെങ്കിൽ പാപ്പ് സ്മിയർ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മുടെ ലാബിൽ സൈറ്റോളജിസ്റ്റ് ലാബിൽ റിസീവ് ചെയ്യുന്ന സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ദെൻ ആക്യുറേറ്റ് സൈറ്റോളജിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സെല്ലുലാർ മെറ്റീരിയൽ ഈസ് ഡിപ്പെൻഡ് ഓൺ. നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൈറ്റോളജിയുടെ നമ്മുടെ ഒരു സ്മിയർ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്ത് അതൊരു നല്ല രീതിയിൽ ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ദി മെത്തേഡ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. നമ്മൾ കളക്ട് ചെയ്യുന്ന സ്പെസിമെൻ കളക്ഷൻ്റെ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ദെൻ ഫിക്സേഷൻ ആൻഡ് ഫിക്സേറ്റീവ്സ്, നമ്മൾ ഏത് രീതിയിൽ ഫിക്സ് ചെയ്യുന്നു, അതുപോലെ ഏത് ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നു എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് റിപ്പോർട്ട് ആക്യുറേറ്റ് ആകുന്നുണ്ട്. ദെൻ പ്രിസർവേഷൻ ഓഫ് ഫ്ലൂയിഡ് സ്പെസിമെൻസ് പ്രയർ ടു പ്രോസസ്സിങ്. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ സ്പെസിമെൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് പ്രിസർവ് ചെയ്യണം. അതാണ് പ്രിസർവേഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രയർ ടു പ്രോസസ്സിങ്. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന സ്പെസിമെൻസ് എങ്ങനെ ആ സ്മിയർ പ്രിപ്പറേഷൻ വരെ എങ്ങനെ കളക്ട് ചെയ്യാം, എങ്ങനെ കീപ്പ് ചെയ്യുക, എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽസ് ഫോർ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് നല്ല ഹൈ മ്യൂക്കസ് കണ്ടെയ്നിങ് പല തരത്തിലുള്ള ഫ്ലൂയിഡ്സാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് അല്ലേ. പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിയത്, മ്യൂക്കസ് കൂടിയത്, അല്ലെങ്കിൽ പ്രോട്ടീനും മ്യൂക്കസും ഒക്കെ കുറഞ്ഞിട്ടുള്ളത്, അങ്ങനെ പല രീതിയിലുള്ള സാമ്പിൾസ് വരുമ്പോൾ നമ്മൾ അതിനെ ആക്യുറേറ്റ് ആയിട്ട് ഇപ്പോൾ ബ്ലഡി സ്പെസിമെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് മ്യൂക്കസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽസിനെ വേണം സ്മിയറിലേക്ക് ആക്കാനായിട്ട്. അപ്പം അങ്ങനെ ആ ഒരു നമ്മൾ സ്മിയർ പ്രിപ്പറേഷന് എടുക്കുന്ന ടെക്നിക്സ് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഓരോ സാമ്പിൾസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എങ്ങനെ അതിനെ സ്ലൈഡാക്കി മാറ്റുന്നു, അതുപോലെ സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ് ഓഫ് സെൽ സാമ്പിൾ. നമ്മൾ സെൽസിനെ സ്മിയർ സ്റ്റെയിൻ ചെയ്ത് മൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, നമ്മൾ ചുമ്മാ ഇപ്പോൾ ഒരു യൂറിൻ സാമ്പിൾ എടുത്ത് അതുപോലെ തന്നെ നമുക്കൊരു ഡ്രോപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ സ്മിയർ പ്രിപ്പയർ ചെയ്യുകയൊക്കെ അടുത്തുണ്ടെങ്കിൽ അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള സെൽസ് കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെ സെൽസിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡയഗ്നോസ്റ്റിക് വാല്യൂ ഇമ്പോർട്ടൻസ് ഉള്ള സെൽസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ ആ സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്മിയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി ഫീൽഡ് നോക്കേണ്ട ഒരു ഇത് വരില്ല. നമുക്ക് ഉള്ള ഫീൽഡിൽ തന്നെ നല്ല രീതിയിലുള്ള സ്മിയേഴ്സ് ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പം അതിൻ്റെയൊക്കെ മെത്തേഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, അതൊക്കെ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിസർവേഷൻ ഓഫ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ പ്രിസർവേഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിസർവേഷൻ ഓഫ് സെല്ലുലാർ മോർഫോളജി അണ്ടിൽ ദ സാമ്പിൾ ക്യാൻ ബി പ്രോസസ്ഡ് ഈസ് എസെൻഷ്യൽ ടു ആക്യുറേറ്റ് സൈറ്റോളജിക് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ സൈറ്റോളജിക് ഇൻ്റർപ്രിട്ടേഷൻ ഒരു സ്മിയറിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോഴുള്ള അതേ മോർഫോളജിയിൽ തന്നെ കാണണ്ടേ. അപ്പോൾ അതിനെ നമ്മൾ ഹിസ്റ്റോപത്തോളജി പഠിച്ചപ്പോൾ നമുക്കെല്ലാം അറിയാം അല്ലേ, നമ്മളൊരു പീസ് ഓഫ് ടിഷ്യൂസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്താ നമ്മൾ പുറമേ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലും കെപ്റ്റ് ചെയ്യുകയാണോ ചെയ്യുക? അല്ല, അതിന് മോർഫോളജിക്കലി അല്ലെങ്കിൽ കെമിക്കലി ചേഞ്ചസ് ഒന്നും സംഭവിക്കാതെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഫിക്സേഷൻ ചെയ്തിരുന്നു. പക്ഷേ ഹിസ്റ്റോപത്തോളജിയും സൈറ്റോളജിയും നോക്കുമ്പോൾ നമ്മൾ ഹിസ്റ്റോപത്തോളജിയിൽ എങ്ങനെയാണ്? സാമ്പിൾ റിസീവ് ചെയ്യുന്നു, ഗ്രോസിംഗ് ഒക്കെ ചെയ്തു, അത് എവിടെയാണ് കെപ്റ്റ് ചെയ്യുന്നത്? ഫിക്സേറ്റീവ് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്ത് ആദ്യം തന്നെ നമ്മൾ സാമ്പിളിനെ ഫിക്സ് ചെയ്യിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫർദർ ആയിട്ടുള്ള പ്രോസസ്സിങ്, ടിഷ്യൂ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞു, അതിനെ എംബഡ് ചെയ്യുന്നു. ദെൻ മൈക്രോട്ടോമിയിൽ നമ്മൾ അതിനെ തിൻ സെക്ഷൻസ് ആക്കി മാറ്റി സ്ലൈഡിലേക്ക് ആക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ സൈറ്റോളജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിക്സേറ്റീവ് സൊല്യൂഷൻസിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇപ്പം ഒരു സ്പ്യൂട്ടം സാമ്പിളൊക്കെ എത്തി അല്ലെങ്കിൽ ഒരു യൂറിൻ സാമ്പിളെത്തി, നമുക്ക് അതിൻ്റെ സൈറ്റോളജി സ്മിയർ പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ആ ഒരു ടൈം നമുക്ക് റിസീവ് ചെയ്ത ഉടനെ നമ്മുടെ ലാബിൽ ആ ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യമില്ലായിരുന്നു. ഒന്നുകിൽ ടെക്നീഷ്യൻ്റെ എന്താ കുറവോ അങ്ങനെ അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടുതലാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സാമ്പിൾ അന്നത്തെ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസമൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കണം. നമ്മൾ പറഞ്ഞു സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ടാണ് സൈറ്റോളജിയിൽ ഫിക്സേഷൻ ചെയ്യുന്നത്. പക്ഷേ ആ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നിടം വരെയും സാമ്പിളിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകാതെ നമ്മൾ കീപ്പ് ചെയ്യണം. അതിനെ നമ്മൾ പ്രീ ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പ്രിസർവേഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നിടം വരെയും സാമ്പിൾസിനകത്ത് മോർഫോളജിക്കലി ചേഞ്ചസ് ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. നോർമലി ഒരു ഫ്രഷ് സാമ്പിളാണ് നമ്മൾ ലാബിൽ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് പ്രത്യേകിച്ച് ഫിക്സേറ്റീവ്സോ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസോ ഒന്നും തന്നെ ആഡ് ചെയ്യാത്ത സാമ്പിൾസിനെയാണ് നമ്മൾ ഫ്രഷ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രഷ് സാമ്പിളിൽ നിന്നും നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്രിപ്പയർ ചെയ്ത സ്മിയറിനെയാണ് നമ്മൾ സൈറ്റോളജിയിൽ എന്ത് ചെയ്യുന്നത്? ഫിക്സേഷൻ ചെയ്യുന്നത്. വേറെ ഹിസ്റ്റോപത്തോളജിയിൽ എങ്ങനെയായിരുന്നു? നമ്മൾ സാമ്പിൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ ഫിക്സ് ചെയ്യുന്നു. ദെൻ ഫർദർ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്മിയർ ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രഷ് മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിമെൻസ് മേ ബി സബ്മിറ്റഡ് ടു ദി ലബോറട്ടറി വിത്തൗട്ട് പ്രിസർവേറ്റീവ് ഇഫ് ഫെസിലിറ്റീസ് ഫോർ ഇമ്മീഡിയറ്റ് പ്രോസസ്സിംഗ് ആർ അവൈലബിൾ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ലാബിലേക്ക് എത്തിക്കുന്നത് അന്നേരം തന്നെ സ്മിയർ ആക്കി മാറ്റും. അങ്ങനെ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫ്രഷ് മെറ്റീരിയൽസ് ലാബിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം the length of the time between collection and preparation of the sample before cellular damages occurs depends on. അപ്പം നമ്മൾ ലാബിലേക്ക് എത്തിച്ചു, എന്നിട്ട് നമ്മളതിന് സ്മിയർ ആക്കി മാറ്റണം. അപ്പം ആ ഒരു എല്ലാ സാമ്പിൾസും ഒരുപോലെ ആയിരിക്കില്ല. അപ്പം പല സാമ്പിൾസിനും ആ സാമ്പിളിനെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിലുള്ള ചിലതിനകത്ത് പെട്ടെന്നൊന്നും ഡാമേജസ് സംഭവിക്കത്തില്ല. ചിലതെങ്ങനെയായിരിക്കും? പെട്ടെന്ന് തന്നെ സെൽസൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും? ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ സാമ്പിളിൻ്റെ pH, അതിനകത്ത് ബാക്ടീരിയാസ് പ്രസൻ്റ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ്, അതിനകത്തുള്ള എൻസൈംസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അതിനകത്തുള്ള സെൽസിനകത്ത് ചേഞ്ചസ് സംഭവിക്കുന്നത്. അപ്പം എല്ലാ സാമ്പിൾസ് ഇപ്പം യൂറിൻ കണക്കായിരിക്കില്ല മ്യൂക്കസ് കണ്ടെയ്നിങ് ആയിട്ടുള്ളത്, സ്പ്യൂട്ടം അല്ലെങ്കിൽ CSF, അങ്ങനെ ഓരോ പ്രോട്ടീൻ കൂടുതലുള്ള കണ്ടൻസ് വരാം, അല്ലെങ്കിൽ മ്യൂക്കസ് കണ്ടൻസ് കൂടുതലുള്ള സാമ്പിൾസ് വരാം. അപ്പോൾ ഓരോ സാമ്പിൾസിനും ഓരോരോ രീതിയിലായിരിക്കും നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? പല രീതിയിൽ ഓരോ സ്പെസിമെൻ്റെയും നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിസർവേഷൻ അല്ലെങ്കിൽ പ്രീ ഫിക്സേഷനൊക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ലോ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അസിഡിക് ആയിട്ടുള്ള ഒരു സാമ്പിൾ നമ്മൾ റിസീവ് ചെയ്യുന്നു. അസിഡിക് ആയിട്ടുള്ള സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് മോസ്റ്റ്ലി ഗ്യാസ്ട്രിക് മെറ്റീരിയൽസ്, ഗ്യാസ്ട്രിക് വാഷിങ്സ് ഒക്കെ ആകാം. ഇപ്പോൾ
ഇപ്പോൾ സ്പെസിമെൻസ് വിത്ത് ലോ pH, നല്ല അസിഡിക് ആയിട്ടുള്ള ഒരു സാമ്പിൾ നമ്മുടെ ലാബിലേക്ക് റിസീവ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ച് ആസ് ഗ്യാസ്ട്രിക് മെറ്റീരിയൽ മസ്റ്റ് ബി കളക്റ്റഡ് ഓൺ ഐസ്. നമുക്കറിയാം ഗ്യാസ്ട്രിക് മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് HCl പ്രസൻ്റ് ആണ് അല്ലേ. അപ്പോൾ HClൻ്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിനകത്തുള്ള സെൽസ് എല്ലാം പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഈ ഗ്യാസ്ട്രിക് സാമ്പിൾസൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഐസിൽ തന്നെ ആയിരിക്കണം കളക്ട് ചെയ്യേണ്ടത്. സോ ഗ്യാസ്ട്രിക് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ഐസിൽ കളക്ട് ചെയ്യുന്നു. ആൻഡ് ബി പ്രിപ്പയർഡ് വിത്തിൻ മിനിറ്റ്സ് ഓഫ് കളക്ഷൻ ടു പ്രിവെൻറ്റ് സെല്ലുലാർ ഡിസ്ട്രക്ഷൻ ബൈ HCl. നല്ല HClൻ്റെ ഒക്കെ പ്രസൻസ് ആയതുകൊണ്ട് തന്നെ ലോ pH ആയിട്ടുള്ള അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുമ്പം ഐസിൽ തന്നെ കളക്ട് ചെയ്യുക. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ സ്മിയർ പ്രിപ്പയർ ചെയ്യുകയും വേണം. അത് HClൻ്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെൽസ് ഡിസ്ട്രോയ് ചെയ്ത് പോകാം. അതുകൊണ്ട് നമുക്കതിനെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, സ്മിയർ പ്രിപ്പയർ ചെയ്യുക. അതാണ് അസിഡിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പെസിമെൻസ് വിത്ത് എ ഹൈ മ്യൂക്കസ് കണ്ടന്റ്. മ്യൂക്കസ് കണ്ടന്റ് കൂടുതലുള്ള സബ്സ്റ്റൻസസ്, അതായത് സ്പ്യൂട്ടം അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്പിറേറ്റ്, മ്യൂക്കോസിൽ ഫ്ലൂയിഡ്, അങ്ങനെയൊക്കെയുള്ള മ്യൂക്കസ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള സ്പെസിമെൻസ് ആണെന്നുണ്ടെങ്കിൽ മേ ബി പ്രിസർവ്ഡ് ഫോർ 12 to 24 hours ഇഫ് റെഫ്രിജറേറ്റഡ്. നമുക്ക് പ്രത്യേകിച്ച് പ്രീഫിക്സേറ്റീവ്സോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് റെഫ്രിജറേറ്റ് ചെയ്താൽ തന്നെ ഒരു ദിവസം, അതായത് 12 to 24 hours വരെ നമുക്കതിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് മ്യൂക്കസ് കണ്ടന്റ് കൂടുതലുള്ളത്. അപ്പോൾ മ്യൂക്കസ് കണ്ടന്റ് കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, സ്പ്യൂട്ടം, ബ്രോങ്കിയൽ ആസ്പിറേറ്റ് ഒക്കെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 24 hours വരെ സാമ്പിളിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റെഫ്രിജറേഷൻ സ്ലോസ് ദി ബാക്ടീരിയൽ ഗ്രോത്ത് ദാറ്റ് കോസസ് സെല്ലുലാർ ഡാമേജ് ആൻഡ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് മ്യൂക്കസ്. അപ്പോൾ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള ബാക്ടീരിയ, ഇൻ കേസ് ബാക്ടീരിയ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയയുടെയൊക്കെ ഗ്രോത്തിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മ്യൂക്കസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, അത് സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1 day, അതായത് 24 hours പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മ്യൂക്കസ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് മ്യൂക്കസ് അപ്പാരൻ്റ്ലി കോട്ട്സ് ദി സെൽസ്, ഈ സെൽസിനെയൊക്കെ കോട്ട് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് തന്നെ റാപ്പിഡായിട്ടുള്ള ഡീജനറേഷനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മ്യൂക്കസ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള, നമ്മൾ സ്പ്യൂട്ടം എന്ന് പറഞ്ഞു, പക്ഷേ ഈ സ്പ്യൂട്ടം തന്നെ സലൈവ വെച്ചിട്ട് ഡയല്യൂട്ടഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ 24 hours ഒന്നും അത് കീപ്പ് ചെയ്യില്ല. ദ സെൽസ് ഇൻ സ്പെസിമെൻസ് വിത്തൗട്ട് തിക്ക് മ്യൂക്കസ് ഓർ സ്പെസിമെൻസ് ഡയല്യൂട്ടഡ് വിത്ത് സലൈവ, നമ്മുടെ തിക്കായിട്ടുള്ള മ്യൂക്കസ് ഇല്ല, അല്ലെങ്കിൽ ആ സ്പ്യൂട്ടം എന്ന് പറയുന്നത് സലൈവയായിട്ട് മിക്സ് ചെയ്ത് ഡയല്യൂട്ടഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, അതായത് സലൈവ കണ്ടന്റ് മ്യൂക്കസിൻ്റെ അളവ് കുറവാണ്, നമ്മൾ സ്പ്യൂട്ടം എന്ന് പറഞ്ഞു എങ്കിൽ തന്നെ മ്യൂക്കസ് കണ്ടന്റ് കൂടുതലായിരിക്കണം, പക്ഷേ മ്യൂക്കസ് ഇല്ലാതെ സലൈവയായിട്ട് ഡയല്യൂട്ടഡ് ആയിട്ടുള്ള സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഹൈ മ്യൂക്കസ്. അപ്പോൾ ഹൈ മ്യൂക്കസ്, ആ മ്യൂക്കസ് സെൽസിലൊക്കെ കോട്ട് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ടീരിയൽ ഗ്രോത്തിനെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നു. അതുപോലെ മ്യൂക്കസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതൊക്കെ സ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ 24 hours വരെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിളിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്പെസിമെൻസ് വിത്ത് എ ഹൈ പ്രോട്ടീൻ കണ്ടന്റ്. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള സാമ്പിൾസ്. അപ്പോൾ ഏതൊക്കെയാണ് വരിക, പ്ലൂറൽ, പെരിറ്റോണിയൽ ഓർ പെരികാർഡിയൽ ഫ്ലൂയിഡ്സ് മേ ബി പ്രിസർവ്ഡ് ഫോർ 24 to 48 hours വിത്തൗട്ട് റെഫ്രിജറേഷൻ. നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്തില്ലെങ്കിൽ കൂടി തന്നെ 24 to 48 hours വരെ അത് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പം ഇതിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലല്ലേ, ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ഒരു ടിഷ്യൂ കൾച്ചർ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുകയും നമ്മുടെ സെൽസിൻ്റെ മോർഫോളജിയൊക്കെ പ്രിസർവ് ചെയ്യുകയും ചെയ്യും. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്പെസിമെൻസ് വിത്ത് ലോ മ്യൂക്കസ് ഓർ പ്രോട്ടീൻ കണ്ടന്റ്. പ്രോട്ടീനും കുറവാണ്, മ്യൂക്കസും കുറവാണ്, അങ്ങനെയുള്ള സാമ്പിൾസ്, അതായത് യൂറിൻ, CSF അങ്ങനെയൊക്കെയുള്ള സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ
will endure only a 1 to 2 hour delay even if refrigerated. നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും 1 or 2 hours അതിനുള്ളിൽ തന്നെ സ്മിയർ പ്രിപ്പയർ ചെയ്യണം. ഇവിടെ മ്യൂക്കസ് ഇല്ല, പ്രോട്ടീനും ഇല്ല. അപ്പോൾ മ്യൂക്കസ് കണ്ടന്റ് ആകുമ്പോൾ എന്താ, മ്യൂക്കസ് എന്താ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതൊക്കെ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിസർവ് ചെയ്യും. അതുപോലെ സെൽസിനെയൊക്കെ കോട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്നൊരു സെല്ലുലാർ ഡാമേജസ് അവിടെ ഉണ്ടാകുന്നില്ല. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആകുമ്പോൾ ഒരു കൾച്ചർ മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുകയും പെട്ടെന്ന് സെൽസിന് ഡിസ്റ്റോർഷൻ ഒന്നും സംഭവിക്കാതെ കീപ്പ് ചെയ്യുന്നു. അപ്പം മ്യൂക്കസും പ്രോട്ടീനും ലോ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 to 2 hours വരെ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും സെൽസിനെ അല്ലെങ്കിൽ ആ സാമ്പിളിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. The fluid medium in which these cells are bathed contains enzymatic agents capable of causing cell destruction. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പിൾസിൽ എൻസൈംസിൻ്റെ പ്രസൻസ് മൂലം എന്ത് ചെയ്യുന്നു, സെൽസ് ഡിസ്ട്രോയ് ചെയ്തു പോകുന്നുണ്ട്. റെഫ്രിജറേഷൻ മേ ഇൻഹിബിറ്റ് ബാക്ടീരിയൽ ഗ്രോത്ത് ബട്ട് ഡസ് നോട്ട് പ്രൊട്ടക്ട് ദി സെൽസ്. അപ്പം റെഫ്രിജറേറ്റ് ചെയ്താൽ കൂടിയും ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും, അല്ലാതെ സെൽസിൻ്റെ മോർഫോളജി ഒന്നും പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെ ടൈപ്പ് സാമ്പിൾസ് ആണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് പോർഷൻസ് അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള HCl ഒക്കെ പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, ഐസിലായിരിക്കണം സാമ്പിൾസ് കളക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കളക്ട് ചെയ്ത് ഉടനെ തന്നെ അതിൽ നിന്ന് സ്മിയർ പ്രിപ്പയർ ചെയ്യുകയും വേണം. അത് ഹൈലി അസിഡിക് ആയതുകൊണ്ടാണ്. പിന്നെ ഹൈ മ്യൂക്കസ് കണ്ടൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴെന്താണ്, അവിടെ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 to 24 hours വരെ നമുക്ക് അതിനെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. റെഫ്രിജറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്ടീരിയൽ ഗ്രോത്തിനെയും അതുപോലെ മ്യൂക്കസിൻ്റെ ബ്രേക്ക് ഡൗണിനെയൊക്കെ അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 24 hours വരെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറഞ്ഞത് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള സാമ്പിൾസ് ആണ്. പ്രോട്ടീൻ കണ്ടൻറ്റ്സ് കൂടുതലാകുമ്പോൾ എന്താ, അവിടെ അതൊരു കൾച്ചർ മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുകയും സെൽസിൻ്റെ മോർഫോളജിയൊക്കെ പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ പ്രോട്ടീൻ ആൻഡ് ലോ മ്യൂക്കസ്. യൂറിൻ, CSF തുടങ്ങിയ ലോ പ്രോട്ടീൻ ലോ മ്യൂക്കസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ 1 to 2 hours വരെ മാത്രമേ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാനും ഓരോ സാമ്പിൾസിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന രീതിയിലൊക്കെ നമുക്കാണെന്നുള്ളത് ഇപ്പം മനസ്സിലായി. പക്ഷേ നമുക്ക് ഒരു ഡിലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് വേണം, ആ ഒരു മെറ്റീരിയലിനെ പ്രീ ഫിക്സേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നിടം വരെ ആ സാമ്പിൾസിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പ്രീ ഫിക്സേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീ ഫിക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. It refers to the collection of a fluid specimen in a medium that will preserve morphology up to the time of slide preparation. സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നിടം വരെ നമ്മൾ ആ സെൽസിൻ്റെ മോർഫോളജി പ്രിസർവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രീ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇതേ ഡെഫിനിഷൻ തന്നെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക. പ്രീഫിക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് സ്പെസിമെൻ ഇൻ എ മീഡിയം ദാറ്റ് വിൽ പ്രിസർവ് മോർഫോളജി അപ് ടു ദി ടൈം ഓഫ് സ്ലൈഡ് പ്രിപ്പറേഷൻ. സ്ലൈഡ് പ്രിപ്പയർ നമ്മൾ കളക്ട് ചെയ്ത ഫ്ലൂയിഡ് കളക്ട് ചെയ്തു സാമ്പിൾസിൻ്റെ സ്ലൈഡിലേക്ക് മാറ്റണം. അപ്പോൾ ആ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നിടം വരെ മോർഫോളജിക്കലി ആ സാമ്പിളിനെ ഒന്ന് പ്രിസർവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് എന്ന് പറയുന്നത്, പ്രീഫിക്സേഷൻ എന്ന് പറയുന്നത്. Then prefixation may preserve some specimens for days without deterioration of cells. അപ്പോൾ പ്രീഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സെൽസിനെ ഒന്നും ചേഞ്ചസ് ഒന്നും സംഭവിക്കാതെ നമുക്ക് ദിവസങ്ങളോളം അതിനെ ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. Some of the disadvantages of the prefixation are precipitation of protein, hardening of cells in spherical shapes and condensation of chromatin. അപ്പം അതിൻ്റെ പ്രീഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസങ്ങളോളം അതിനെ കീപ്പ് ചെയ്യാമെങ്കിലും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ സെൽസ് ഹാർഡൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ, ഇതൊക്കെയാണ് പ്രീഫിക്സേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്രീഫിക്സേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ കളക്ട് ചെയ്ത സാമ്പിൾസ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നിടം വരെ അതിനെ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രീഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീഫിക്സേഷൻ നമ്മളെ മെറ്റീരിയൽസിനെ പ്രീഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻറ്റ്സ് ഏതൊക്കെയാണ്?
ഈഥൈൽ ആൽക്കഹോൾ 50% എഥനോൾ, അതുപോലെ സാക്കോമാനോസ് ഫിക്സേറ്റീവ്, ഷാൻഡൻ മ്യൂക്കോലെക്സ് ആൻഡ് സൈറ്റോലിറ്റ്. ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്ന പ്രീ ഫിക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈഥൈൽ ആൽക്കഹോളാണ്. അതാണ് നമ്മളെ ബെസ്റ്റ് യൂണിവേഴ്സൽ പ്രീഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. സോ ഈഥൈൽ ആൽക്കഹോൾ 50% എഥനോൾ എന്ന് പറയുന്നത് എന്താണ്? ബെസ്റ്റ് യൂണിവേഴ്സൽ ഫിക്സേറ്റീവ് ഫോർ ഫ്ലൂയിഡ് സ്പെസിമെൻസ്. നമ്മൾ ഫ്ലൂയിഡ് സ്പെസിമെന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് യൂണിവേഴ്സൽ പ്രീഫിക്സേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്? 50% ഈഥൈൽ ആൽക്കഹോൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഈ 50% ആ ഒരു കോൺസെൻട്രേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ബെസ്റ്റ് യൂണിവേഴ്സൽ പ്രീഫിക്സേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ഏതാണ്? 50% ethanol. Ethyl alcohol in a concentration higher than 50 should not be used in collecting fluid rich in protein because the sediment becomes hardened and very difficult to spread on slides, particularly if the delay in processing is greater than 1 hour. നമ്മൾ എഥനോൾ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു, അതിൻ്റെ കോൺസെൻട്രേഷനും പറഞ്ഞു അല്ലേ? കോൺസെൻട്രേഷൻ എത്രയാണ്? 50%. 50% ആൽക്കഹോളാണ് നമ്മൾ പ്രീഫിക്സേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പ്രീഫിക്സേറ്റീവ് തന്നെ 50% ആ കോൺസെൻട്രേഷൻ 50%-ൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 50%-ൽ കൂടുതലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സെൽസിനെയൊക്കെ ഹാർഡൻ ആക്കുകയും പിന്നീട് അത് സ്ലൈഡിലോട്ട് മാറ്റാനൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഫർദർ പ്രോസസ്സിങ്ങിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് 50% ആണ് നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഗ്യാസ്ട്രിക് വാഷിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 95% എഥനോൾ യൂസ് ചെയ്യാം. 95% ഈഥൈൽ ആൽക്കഹോൾ മേ ബി ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ കളക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് വാഷിംഗ്. അപ്പം നോർമലായിട്ടുള്ള സ്പെസിമെൻസിന് കോമൺലി അല്ലെങ്കിൽ റുട്ടീൻലി നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന പ്രീഫിക്സേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 50% ആൽക്കഹോളാണ്. 50% ഈഥൈൽ ആൽക്കഹോൾ എഥനോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനൊക്കെ 50% എന്നുള്ള കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുന്നത്? ആ സെഡിമെൻറ്റിനെ ഹാർഡൻ ചെയ്യുകയും പിന്നെ നമുക്കത് സ്മിയർ പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ല ഹാർഡൻ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് അത് എന്താ നമ്മുടെ സ്ലൈഡിലോട്ടൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സ്മിയർ പ്രിപ്പറേഷനെയും ഒക്കെ അത് അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് 50% അത് ഓർത്തിരിക്കുക. 50% എഥനോളാണ് ബെസ്റ്റ് യൂണിവേഴ്സൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രീഫിക്സേറ്റീവ് ആണ് സാക്കോമാനോസ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സാക്കോമാനോസ് ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടന്റ് എന്താണ്? 50% ആൽക്കഹോളും 2% കാർബോവാക്സും. ഓർത്തിരിക്കണം, ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റും കാർബോവാക്സ് എത്രയാണ്? 50% ആൽക്കഹോളും 2% കാർബോവാക്സുമാണ് നമ്മൾ സാക്കോമാനോസ് ഫിക്സേറ്റീവിനകത്ത് യൂസ് ചെയ്യുന്നത്. Samples can be collected directly into the Saccharomyces fixative or the fixatives can be added to the samples once it arrives in the laboratory. ഒന്നുകിൽ നമുക്ക് സാമ്പിൾസിനെ ഫിക്സേറ്റീവിനകത്തോട്ട് സാമ്പിൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് Saccharomyces ഫിക്സേറ്റീവ് ആഡ് ചെയ്യാം. ഇത് നമ്മൾ പ്രീ ഫിക്സേറ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കോൺസെൻട്രേഷനാണ്? ഈക്വൽ വോളിയം. സാമ്പിൾ എത്രയാണോ അത്ര തന്നെ ഈക്വൽ വോളിയത്തിലാണ് നമ്മൾ പ്രീ ഫിക്സേറ്റീവും ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാക്കോമാനോസ് ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 50% ആൽക്കഹോളും 2% കാർബോവാക്സും ആണ് വരുന്നത്. ഈക്വൽ വോളിയത്തിലാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. സാമ്പിളും ഫിക്സേറ്റീവും ഈക്വൽ വോളിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷാൻഡൻ മ്യൂക്കോലെക്സ് ആണ്. മ്യൂക്കോലിക്വിഫൈയിങ് പ്രിസർവേറ്റീവ് ഡിസൈൻഡ് ഫോർ യൂസ് ഇൻ കളക്ഷൻ ഓഫ് മ്യൂക്കോയിഡ് ആൻഡ് ഫ്ലൂയിഡ് സ്പെസിമെൻസ്. ഇപ്പോൾ ഷാൻഡൻ മ്യൂക്കോലെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലിക്വിഫൈയിങ് പ്രിസർവേറ്റീവ് ആണ്. നമ്മൾ മ്യൂക്കോയിഡ് ആയിട്ടുള്ള സാമ്പിൾസിനെ, അപ്പം നല്ല വിസ്കസ് ആയിട്ട് അല്ലെങ്കിൽ മ്യൂക്കസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള സ്പെസിമെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് വാല്യൂ കൂടുതലുള്ള സെൽസിനെയൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ? ഫുള്ള് മ്യൂക്കസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹൈലി മ്യൂക്കസ് ആയിട്ടുള്ള സ്പെസിമെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ചലഞ്ചിങ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മ്യൂക്കസിനെ ലിക്വിഫൈ ചെയ്യണം. സോ ആ മ്യൂക്കസ് ലിക്വിഫാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഷാൻഡൻ മ്യൂക്കോലെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? പോളിയെഥിലീൻ ഗ്ലൈക്കോൾ, മെഥനോൾ ആൻഡ് ബഫറിങ് ഏജൻസ് ഒക്കെയാണ് ഷാൻഡൻ മ്യൂക്കോലെക്സിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇതും എന്ത് തന്നെയാണ്? ഈക്വൽ വോളിയത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈക്വൽ വോളിയം ഓഫ് അൺഡയലൂട്ടഡ് ഷാൻഡൻ മ്യൂക്കോലെക്സ് ആഡഡ് ടു സ്പെസിമെൻ ഈസ് റെക്കമെൻഡഡ്.
നമ്മൾ ഷാൻഡൻ മ്യൂക്കോലക്സ് ആയാലും സാക്കോമാനസ് ഫിക്സേറ്റീവ് ആയാലും യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, എത്രയാണോ നമ്മുടെ സാമ്പിൾ വോളിയം അതിൻ്റെ ഈക്വൽ എമൗണ്ടിൽ തന്നെ ഫിക്സേറ്റീവും യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പ്രീഫിക്സേറ്റീവ്സ് ആണ് സൈറ്റോസ്പിൻ കളക്ഷൻ ഫ്ലൂയിഡ്, അതുപോലെ സൈറ്റോറിസ് റെഡ് എന്നൊക്കെ പറയുന്നതാണ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ്. ഓക്കെ, അപ്പം പ്രീഫിക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തു, അത് സ്ലൈഡ് പ്രിപ്പറേഷൻ വരെ അതിനെ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് പ്രീഫിക്സേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ ബെസ്റ്റ് പ്രീഫിക്സേറ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്, 50% ആൽക്കഹോളാണ്. ആ 50% എന്നുള്ള കോൺസെൻട്രേഷൻ കൂടാൻ പാടില്ല. കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ സെൽസൊക്കെ ഭയങ്കര ഹാർഡൻ ആകുകയും സ്മിയർ പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗ്യാസ്ട്രിക് വാഷിങ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 95% എഥനോൾ യൂസ് ചെയ്യാം. അല്ല, നോർമൽ ആയിട്ടുള്ളതിന് നമ്മൾ 50% എന്നതിൽ നിന്നും കോൺസെൻട്രേഷൻ കൂടാനായിട്ട് പാടില്ല. ഈ ഒരു ടേബിള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പല ഫിക്സേറ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്പെസിമെൻസിന് ഏതെല്ലാം പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാം എന്നുള്ളത് ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞു 50% എത്തനോളാണ് നമ്മൾ റൊട്ടീനായിട്ട് എംപ്ലോയ് ചെയ്യുന്നത്. 50% എത്തനോളും സാക്കോമാനോസും മ്യൂക്കോലക്സ് ഇതെല്ലാം നമുക്ക് എന്താ ഗ്യാസ്ട്രിക് ഒഴികെയുള്ള എല്ലാ സാമ്പിൾസിനും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ് എന്ന് പറയുന്നത് 50% എത്തനോൾ, ദെൻ സാക്കോമാനോസ് ഫിക്സേറ്റീവ് ആൻഡ് മ്യൂക്കോലക്സ്. ഓക്കെ, ദെൻ 70% എത്തനോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്യൂട്ടം, ബ്രോങ്കിയൽ ആസ്പിറേറ്റ്സ്, വാഷിങ്സിനൊക്കെ 70% എത്തനോൾ യൂസ് ചെയ്യാം. അതുപോലെ 95% എത്തനോളാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക്, ബ്രോങ്കിയൽ ആൻഡ് അതർ സലൈൻ വാഷിങ്സിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഗ്യാസ്ട്രിക് ഒഴികെയുള്ള മെറ്റീരിയൽസിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 50% എത്തനോളും സാക്കോമാനോസും മ്യൂക്കോലക്സും ഒക്കെ യൂസ് ചെയ്യാം. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ചോദിച്ച് വന്നത് ഗ്യാസ്ട്രിക് സെക്രീഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രീഫിക്സേറ്റീവ് ഏത് എന്നായിരുന്നു പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഏതാണ് ഗ്യാസ്ട്രിക് സ്പെസിമെൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ 95% ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ 95% എഥനോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിൾസ് സൈറ്റോളജിയിൽ റിസീവ് ചെയ്യുന്ന സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ സാമ്പിളിംഗ് ടെക്നിക്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന 3 സൈറ്റോളജിക്കൽ മെറ്റീരിയൽസ്, അതായത് ആസ്പിറേഷൻ സൈറ്റോളജി, അബ്രേസീവ് സൈറ്റോളജി, എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നിടം വരെ എന്താണ് നമ്മുടെ സാമ്പിൾസിനെ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് പ്രീഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രീഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ഫോർ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. നമ്മൾ മൈക്രോസ്കോപ്പിക്കലി സാമ്പിൾസിനെ എക്സാമിൻ ചെയ്യണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഓരോ സാമ്പിളിൽ നിന്നും സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഡയറക്റ്റ് ഓർ സെഡിമെൻറ്റ് സ്മിയേഴ്സ് ഓൺ ഗ്ലാസ് സ്ലൈഡ്സ്. നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് സ്ക്രേപ്പ് ചെയ്യുന്ന സെൽസിനെയൊക്കെ നമുക്ക് സ്ലൈഡിലേക്ക് ഡയറക്റ്റ് മാറ്റാം, അല്ലെങ്കിൽ സെഡിമെൻറ്റ് ചെയ്യിച്ചിട്ട് ആ സെഡിമെൻറ്റിൽ നിന്ന് സ്മിയർ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നതാണ് സൈറ്റോസെൻട്രിഫ്യൂജ് പ്രിപ്പറേഷൻസ് ഉണ്ട്, ദെൻ ഓട്ടോമേറ്റഡ് സൈറ്റോളജി സിസ്റ്റംസ് ഉണ്ട്, പ്രിപ്പറേഷൻ വിത്ത് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ഫൈനലി സെൽ ബ്ലോക്സ്. അപ്പം ഈ ഇത്രയും മെത്തേഡ്സ് ആണ് മേജറായിട്ട് നമ്മൾ സൈറ്റോളജിയിൽ സ്മിയർ പ്രിപ്പറേഷൻ ടെൻഡറിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ഓർ സെഡിമെൻറ്റ് സ്മിയേഴ്സ് ഓൺ ഗ്ലാസ് സ്ലൈഡ്സ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന സെൽസിനെ ഡയറക്റ്റ് സ്മിയറിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ സെഡിമെൻറ്റ് ചെയ്യിച്ചിട്ട് സെൽസ് സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. സ്പെസിമെൻസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ദാറ്റ് അഡ്ഹേഴ്സ് വെൽ ടു ഗ്ലാസ് സ്ലൈഡ്സ്. അതായത് സർവൈക്കൽ സ്ക്രൈപ്പിംഗ് അല്ലെങ്കിൽ ബ്രഷിങ്സ്, നീഡിൽ ആസ്പിറേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എന്താ സെൻട്രിഫ്യൂഗേഷനോ അതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്ക്രൈപ്പ് ചെയ്ത സെൽസിനെ എന്ത് ചെയ്യാം, സ്മിയറിലേക്ക് മാറ്റാം. അത് ഒരു സ്റ്റഡി മോഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്മിയർ പ്രിപ്പയർ ചെയ്യാം. അതിനെയാണ് ഡയറക്റ്റ് സ്മിയർ എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് ഒന്നുകിൽ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് സ്ലൈഡ്സ് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോട്ടിങ്സ് അഡ്ഹസീവ്സ് ആ സ്മിയർ സ്ലൈഡിലേക്ക് സെൽസ് നല്ല രീതിയിൽ അഡ്ഹർ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ഹസീവ്സ് യൂസ് ചെയ്യാം. മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്ഹസീവ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മേയേഴ്സ് ആൽബമിൻ യൂസ് ചെയ്യാം, ജെലാറ്റിൻ ക്രോമാലം യൂസ് ചെയ്യാം, ദെൻ പോളി എൽ ലൈസിൻ ആൻഡ് APES ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഡ്ഹസീവ്സിനൊക്കെ പറ്റിയിട്ട് ഹിസ്റ്റോപത്തോളജിയിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. അപ്പം ഡയറക്റ്റ് ഓർ സെഡിമെന്റ് സ്മിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ക്രേപ്പ് ചെയ്യുന്നു, സെൽസിനെയൊക്കെ ബ്രഷിങ്സോ സ്ക്രേപ്പിങ്സോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു സ്മിയറിലേക്ക് മാറ്റുന്ന ആ ഒരു ടെക്നിക്കാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ സെഡിമെന്റ് സ്മിയേഴ്സ് എന്ന് പറയും. അപ്പം സ്പ്യൂട്ടം, ബ്രോങ്കിയൽ ആസ്പിറേറ്റ്സ്, അതർ മ്യൂക്കസ് റിച്ച് സാമ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു നല്ല മ്യൂക്കസ് ഒക്കെ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്മിയർ പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ആ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൂടുതലും മ്യൂക്കസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക അല്ലേ. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പല സെൽസും ഈ മ്യൂക്കസിൻ്റെ ഇടയിലായി പോകും, നമുക്കത് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള മ്യൂക്കസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് ഇനി പറയുന്നത്. Mucoid samples present unique challenges. Concentration of cells by centrifugation is not possible because of high viscosity. ഇപ്പം അല്ലാതെ മ്യൂക്കസ് അല്ലാതെ കുറച്ച് ഫ്ലൂയിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെല്ലുലാരിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞ് സൂപ്പർ നെറ്റിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ സെൽസൊക്കെ സെഡിമെൻറ്റ് ചെയ്ത് കിട്ടും. നമുക്ക് ആ സെഡിമെൻറ്റ് യൂസ് ചെയ്തിട്ട് സ്മിയർ പ്രിപ്പയർ ചെയ്യും. പക്ഷേ മ്യൂക്കസ് കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അതിൽ നിന്ന് സ്മിയർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മ്യൂക്കസിനെ ലിക്വിഫൈ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ളൊരു സ്പ്യൂട്ടം എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. സോ to increase diagnostic yield, alternative methods such as pick and smear technique, Saccomanno's technique and Dye-Triatone mucus liquefaction techniques ഒക്കെ യൂസ് ചെയ്യാം. മ്യൂക്കസ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻട്രിഫ്യൂഗേഷൻ വഴി ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നത് പോസിബിൾ അല്ല. സോ നമുക്ക് ഓൾട്ടർനേറ്റ് ടെക്നിക്സ് ആയിട്ടുള്ള പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡ്. പിക്ക് ആൻഡ് സ്മിയർ ടെക്നിക്ക് എല്ലാവർക്കും അറിയാമല്ലേ. നമ്മൾ സ്പ്യൂട്ടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആദ്യം ഒന്ന് മാക്രോസ്കോപ്പിക്കലി എക്സാമിൻ ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് കളർ നല്ല മ്യൂക്കോപുറിലൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ബ്ലഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും തിക്ക് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ അതിനകത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ വേണം നമ്മൾ എടുത്തിട്ട് സ്മിയർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതാണ് പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സാക്കോമാനോസ് ടെക്നിക്ക് യൂസ് ചെയ്യാം, അതുപോലെ DTT മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം ഡൈതയോട്രിയേറ്റോൺ മെത്തേഡ് DTT മ്യൂക്കസ് ലിക്വിഫാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡൈതയോട്രിയേറ്റോൺ മെത്തേഡ് അതിൽ വരുന്നത് DTT സൊല്യൂഷൻ എന്ന് പറയുന്നത് 0.2% DTT ഇൻ 60% എത്തനോൾ ആൻഡ് 3% കാർബോവാക്സ്. അപ്പം നമ്മൾ മ്യൂക്കസ് ലിക്വിഫാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന DTT മെത്തേഡിൽ 0.2% DTTയും 60% എഥനോളും 3% കാർബോവാക്സുമാണ് അതിൽ വരുന്നത്. ഇനി അത് ഒരു ഫ്രഷ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്വൈസ് വോളിയൂം ഓഫ് DTT സൊല്യൂഷൻ, അതായത് എത്രയാണോ സാമ്പിൾ അതിൻ്റെ ഇരട്ടി സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യണം. If the sample is fresh, add twice the volume of DTT solution. For example, to 5 cc of sputum add 10 cc of DTT. 5 cc sputum ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10 cc DTT ആഡ് ചെയ്യുക. thoroughly agitate sample with a vortex mixer. എന്നിട്ട് ഈ സാമ്പിളും നമ്മുടെ സൊല്യൂഷനും കൂടി നല്ല രീതിയിൽ വോർട്ടെക്സ് മിക്സിങ് ചെയ്യുക. അതൊരു 1 അവറോളം നമ്മൾ കീപ്പ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വോർട്ടെക്സ് ചെയ്തിട്ട് 1 അവർ അങ്ങനെ കീപ്പ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് സാമ്പിൾസ് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് സ്മിയർ സെഡിമെന്റിൽ നിന്ന് സ്മിയർ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സാമ്പിൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെൻട്രിഫ്യൂജ് സാമ്പിൾ പോർ ഓഫ് സൂപ്പർനേറ്റഡ് ആൻഡ് പ്രിപ്പയർ എന്നിട്ട് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് സെൻട്രിഫ്യൂജ് ചെയ്യണം. അതിനുശേഷം ഈ മെത്തേഡ് DTT യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് DTT മ്യൂക്കസ് ലിക്വിഫാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം മ്യൂക്കസ് ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള സെൽസിനെയൊക്കെ കിട്ടുകയും ആ സെഡിമെൻറ്റിനകത്തുനിന്ന് നമുക്ക് സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും.
നെക്സ്റ്റ് എന്ന് പറയുന്നത് പിക്ക് ആൻഡ് സ്മിയർ ടെക്നിക് ആണ്. സ്പ്യൂട്ടം സ്മിയറിൽ നമ്മൾ പിക്ക് ആൻഡ് സ്മിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്മിയേഴ്സിൽ നിന്നും പിക്ക് ആൻഡ് സ്മിയർ ടെക്നിക്ക് വഴി നമുക്ക് സ്മിയർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എന്ത് വേണം, നമ്മൾ മാക്രോസ്കോപ്പിക്കലി ആ ഒരു സ്പ്യൂട്ടം എക്സാമിൻ ചെയ്തിട്ട് അതിനകത്ത് എന്താ ബ്ലഡി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിസ്കളേർഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ അതിനകത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ വേണം നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിൽ ഒരു എന്താ ഡിസ്കളേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെടുത്ത് സ്മിയർ സ്ലൈഡിലേക്ക് വെക്കുക. ക്രഷ് ദി പാർട്ടിക്കിൾസ് യൂസിങ് എ ക്ലീൻ ഗ്ലാസ് സ്ലൈഡ്സ്. എന്നിട്ട് ആ ഒരു സ്ലൈഡിലേക്ക് വെച്ചു, ഇതിൻ്റെ വേറൊരു സ്ലൈഡ് അതിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ഓവർലാപ്പിംഗ് എ സ്ലൈഡ് ഹൊറിസോണ്ടലി ആൻഡ് പുൾ അപ്പാർട്ട് ഈ സ്ലൈഡ് ആൻഡ് സ്പ്രെഡ് ഈവൻലി. നമ്മൾ ഒരു സ്ലൈഡിലെടുത്ത് സ്പ്യൂട്ടത്തിൻ്റെ കുറച്ച് പാർട്ട്, ഈ സസ്പെക്ട് ചെയ്യുന്ന പാർട്ട് എടുത്ത് വെച്ചു, അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വേറൊരു സ്ലൈഡ് വെച്ചു, എന്നിട്ട് ഹൊറിസോണ്ടലി നമ്മളിങ്ങനെ മൂവ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഓക്കെ, അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് പുൾ അപ്പാർട്ട് ചെയ്തിട്ട് നമുക്ക് സ്മിയർ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. Place the slide immediately in a coupling jar containing 95% alcohol. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് പ്രിപ്പയർ ആയല്ലോ, പിക്ക് ആൻഡ് സ്മിയർ നമ്മൾ ചെയ്തു. എന്നിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം, നോർമലി ഉള്ള ഫിക്സേറ്റീവിനകത്ത് സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്നു, സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു, അതിനെ നമുക്ക് കോപ്ലിംഗ് ജാറിനകത്തേക്ക് ഫിക്സേറ്റീവ് സൊല്യൂഷൻ, അതായത് 95% എഥനോളിനകത്തേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ആ പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡിൻ്റെ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്നത്. എന്താണ്, നമ്മുടെ സ്പ്യൂട്ടം സാമ്പിളാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ സെലക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ സ്ലൈഡിലേക്ക് മാറ്റുന്നു. സ്ലൈഡിലേക്ക് മാറ്റി വേറൊരു സ്ലൈഡ് ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്ത് അതിൽ ക്രഷ് ചെയ്യുന്നു. സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതിനെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് പുൾ അപ്പാർട്ട് ചെയ്യുന്നു. ദെൻ സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫിക്സിംഗ് സൊല്യൂഷനിലേക്ക് ഫിക്സേറ്റീവിനകത്തേക്ക് പ്ലേസ് ചെയ്യും. ഇതാണ് നമ്മൾ പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സാക്കോമാനോസ് ടെക്നിക്കാണ്. സാക്കോമാനോസ് ടെക്നിക്കിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ബ്ലെൻഡ് ദ സ്പ്യൂട്ടം സാമ്പിൾ വിത്ത് സാക്കോമാനോസ് ഫിക്സേറ്റീവ്. സാക്കോമാനോസ് ഫിക്സേറ്റീവിനകത്ത് സ്പ്യൂട്ടം യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. റിമൂവ് ദ സൂപ്പർനൈറ്റൻറ്റ് ആൻഡ് പ്രിപ്പയർ സ്മിയേഴ്സ് യൂസിങ് പ്രീ സസ്പെൻഡഡ് സെഡിമെൻറ്റ്. എന്നിട്ട് നമ്മൾ ആ സൂപ്പർനൈറ്റൻറ്റ് റിമൂവ് ചെയ്യുന്നു, നമ്മൾ ആ സെഡിമെൻറ്റ് റീസസ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് സാക്കോമാനോസിനകത്ത് വരുന്നത്. ഇനി നമ്മൾ പല ടൈപ്പിലുള്ള സാമ്പിൾസ് ഉണ്ട്, അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്, അത് ടേബിളാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഫസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത് പ്ലൂറൽ പെരിറ്റോണിയൽ ഡിഫ്യൂഷൻസ് ആൻഡ് അതർ ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ്സ്. പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള സ്പെസിമെൻസ് നമ്മൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക, ഫസ്റ്റ് നമ്മളതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുക. ദെൻ വാഷ് വിത്ത് ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ. ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ വിത്തിട്ട് വാഷ് ചെയ്തിട്ട് സെഡിമെൻറ്റ് എന്ത് ചെയ്യുക, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പം പ്ലൂറൽ പെരിറ്റോണിയൽ ഡിഫ്യൂഷൻസ് ആൻഡ് അതർ ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ്സിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ വെച്ചിട്ട് വാഷ് ചെയ്യുന്നു. ദെൻ സെഡിമെൻറ്റ് യൂസ് ചെയ്തിട്ട് സ്മിയർ പ്രിപ്പയർ ചെയ്യുക. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ക്ലോട്ടഡ് സ്പെസിമെൻസ് ആണ്. അപ്പോൾ ക്ലോട്ടഡ് സ്പെസിമെൻസ് എന്ന് പറയുമ്പോൾ ക്ലോട്ട് ജെന്റ്ലി ട്വിസ്റ്റഡ് ഓർ പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദി ട്യൂബ്. നമ്മൾ ആ ട്യൂബിൽ നിന്നും ക്ലോട്ടിനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ട്വിസ്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് എന്താ, അതിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ്സ് ഊസ് ഔട്ട് ചെയ്യും. അപ്പോൾ ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മിയർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ആ ക്ലോട്ട് കിട്ടുമല്ലോ, ആ ക്ലോട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽ ബ്ലോക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ സെൽ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോപത്തോളജി സാമ്പിൾസ് ചെയ്യത്തില്ലേ, ബ്ലോക്കാക്കി മാറ്റില്ല, അതുപോലെ ഈ സൈറ്റോളജിയിൽ വരുന്ന സ്പെസിമെൻസിനെ ഹിസ്റ്റോപത്തോളജി പോലെ ആ ഒരു പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൽ ബ്ലോക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലോട്ടഡ് ആയിട്ടുള്ള സ്പെസിമെൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കി ആ സോളിഡ് ആയിട്ടുള്ള ക്ലോട്ടിനെ എന്ത് ചെയ്യുക, ഹിസ്റ്റോപത്തോളജി അല്ലെങ്കിൽ സെൽ ബ്ലോക്കാക്കി പ്രിപ്പയർ ചെയ്തിട്ട് ഫർദർ പ്രോസസ്സിങ് ചെയ്യുക. നെക്സ്റ്റ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ബോഡി ഫ്ലൂയിഡ്സിൽ
should remove RBCs which will obscure epithelial cells. സോ നമ്മൾ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് RBCസിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലൈവ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാം. അതല്ല നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർണോയിസ് ഫിക്സേറ്റീവ് യൂസ് ചെയ്യാം. കാർണോയിസ് ഫിക്സേറ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, RBCസിനെയൊക്കെ ലൈസ് ചെയ്യും. നമ്മൾ കാർണോയിസ് ഫിക്സേറ്റീവ് ഒക്കെ ഹിസ്റ്റോപത്തോളജിയിൽ പഠിപ്പിച്ചാണ്, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാർണോയിസ് ഫിക്സേറ്റീവിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയായിരുന്നു? എഥനോൾ, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആൻഡ് ക്ലോറോ. അപ്പം ഈ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത് RBCസിനെ ലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ബ്ലഡി ആയിട്ടുള്ള സാമ്പിൾസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? കാർണോയിസ് ഫിക്സേറ്റീവ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ബ്ലഡി ഫ്ലൂയിഡ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? RBCസിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈവ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാം. RBCയെ ലൈസ് ചെയ്യുന്ന സൊല്യൂഷൻസ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സേറ്റീവായിട്ട് കാർണോയിസ് ഫിക്സേറ്റീവ് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ബ്രോങ്കിയൽ, ഗ്യാസ്ട്രിക് ആൻഡ് അതർ വാഷിങ്സ് കളക്റ്റഡ് ഇൻ നോർമൽ സലൈൻ. നമ്മൾ നോർമൽ സലൈൻ്റെ കളക്ട് ചെയ്തിട്ടുള്ള ബ്രോങ്കിയൽ, ഗ്യാസ്ട്രിക്, അതർ വാഷിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഫസ്റ്റ് സെൻട്രിഫ്യൂജ് ചെയ്യുക. അതിനുശേഷം സൂപ്പർമിനേറ്റിൻ്റെ റിമൂവ് ചെയ്യുക. മ്യൂക്കോയിഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കിട്ടുന്ന ഇത് മ്യൂക്കോയിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പിക്ക് ആൻഡ് സ്മിയർ വഴി ചെയ്യാം. മ്യൂക്കോസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂറിൻ പ്രോസസ്സ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സാക്കോമാനസ് ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ലോ സെല്ലുലാരിറ്റി, ലോ പ്രോട്ടീൻ ആൻഡ് ലോ സെല്ലുലാരിറ്റി ഉള്ള യൂറിൻ, CSF ആൻഡ് അതർ വാട്ടറി ഫ്ലൂയിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെയിൽസ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ബെയിൽസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് സാക്കോമാനസിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. 70% ആൽക്കഹോളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം സ്മിയർ പ്രിപ്പറേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സൈറ്റോ സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഇപ്പോൾ സൈറ്റോ സെൻട്രിഫ്യൂജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെഷീൻ ദാറ്റ് പെർഫോംസ് എ സെൻട്രിഫ്യൂജ് ആൻഡ് കളക്ഷൻ ഓഫ് സെഡിമെൻറ്റ്സ് ഓൺ സെൻറ്റർ ഓഫ് സ്ലൈഡ്സ്. ദിസ് പ്രൊസീജിയർ ഈസ് യൂസ്ഫുൾ ഫോർ ഹൈപ്പോസെല്ലുലാർ സ്പെസിമെൻസ്. ഹൈപ്പോസെല്ലുലാർ ആയിട്ടുള്ള വളരെ സെൽസ് വളരെ കുറവാണ് നമുക്ക് കിട്ടുന്ന സാമ്പിളിനകത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമുക്കൊരു ബൾക്കായിട്ടുള്ള സെൻട്രിഫ്യൂജ്, ഇപ്പം സ്പെസിമെനും കുറവാണ് നമുക്കിപ്പം. ഫോർ എക്സാമ്പിൾ CSF ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ വളരെ കുറച്ച് സ്പെസിമെനെ നമ്മൾ ലാബിലേക്ക് റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനകത്ത് സെൽസൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വലിയൊരു ടെസ്റ്റ് ട്യൂബിനകത്തിട്ട് നമുക്ക് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് സ്മിയർ പ്രിപ്പയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോ വോളിയം ആയിട്ടുള്ള സ്പെസിമെൻസിന് വേണ്ടിയിട്ട് അതിനകത്തുള്ള സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സൈറ്റോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സൈറ്റോ സെൻട്രിഫ്യൂജിൻ്റെ ഇമേജ്. ഇതിനകത്ത് നമുക്ക് ആ സ്ലൈഡ്സ് വെച്ചിട്ട് ഇതാണ് സൈറ്റോ സെൻട്രിഫ്യൂജിൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫണൽ പോലെ ഇരിക്കുന്നില്ലേ? ഈ ഫണലിലേക്കാണ് നമ്മൾ സാമ്പിൾസ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുവഴി കണ്ടോ ഒരു ഹോള് കണ്ടില്ലേ? അപ്പം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നതനുസരിച്ചിട്ട് സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ലൈഡ്സിനകത്തേക്ക് മാറ്റുന്നു. ഇതിനിടയിൽ നമ്മളൊരു ഫിൽറ്റർ കാർഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫിൽറ്റർ പേപ്പറിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സാമ്പിൾസിനകത്തുള്ള ഫ്ലൂയിഡ് കണ്ടൻറ്റ് ആ ഫിൽറ്റർ പേപ്പറിലേക്ക് വരികയും സെൽസ് എല്ലാം ഈ ഒരു പ്ലേസിൽ, അതായത് ഇതിന് കറസ്പോണ്ടിങ് നമ്മളിവിടെ സ്ലൈഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സ്ലൈഡിലേക്ക് സെൽസ് വന്ന് അഡ്ഹെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്ലിപ്പൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആകും. നമ്മുടെ ഇവിടെയാണ് കണ്ടോ ഈ ഫണലിരിക്കുന്ന കണ്ടില്ല? അപ്പോൾ ഈ സൈറ്റോ ഫണലിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിൾ ഇവിടെയാണ് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, സ്ലൈഡ് ക്ലിപ്പുണ്ട്. അപ്പോൾ ഈ സ്ലൈഡ് ക്ലിപ്പിലേക്കാണ് നമ്മൾ ഈ സ്ലൈഡ്, ഫിൽറ്റർ കാർഡ്, ഈ സൈറ്റോ ഫണൽ എല്ലാം കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഈ ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കംപ്ലീറ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുള്ള ഇമേജാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലിപ്പ് ഇങ്ങനെ മാറ്റിയിട്ട് അതെ ഇവിടെ കണ്ടോ ഈ നമ്മുടെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷനാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇതോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂജിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ അപ്പാരറ്റസ് എല്ലാം അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂജിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാമല്ലോ നമ്മൾ ആ സെൻട്രിഫ്യൂജിനകത്തേക്ക് ഓരോന്നും വെച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ സ്ലൈഡ് ക്ലിപ്പിനകത്തേക്ക് നമ്മൾ സ്ലൈഡ് വെക്കുന്നു. ദെൻ ഫിൽറ്റർ കാർഡുണ്ട്, സൈറ്റ് ഓഫ് ഫണലുണ്ട്. നമ്മൾ ഈ സൈറ്റ് ഓഫ് ഫണലിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിൾ ആഡ് ചെയ്യുന്നു. ഇവിടെ കണ്ടില്ലേ ഒരു പോർട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഇതുവഴി നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന അനുസരിച്ചിട്ട് സെൽസ് ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഹോള് ഫിൽറ്റർ കാർഡിനകത്തുണ്ട്. ദെൻ അത് എവിടേക്ക് എത്തുന്നു, ഈ സ്ലൈഡിൻ്റെ ഈ പർട്ടിക്കുലർ പോർഷനിലേക്ക് കറസ്പോണ്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്ക് സെൽസ് എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഈ ഒരു പോർഷനിൽ സ്ലൈഡിലേക്ക് വരികയും അതിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടുകളെല്ലാം നമ്മുടെ ഈ ഫിൽറ്റർ കാർഡിനകത്തേക്ക് അബ്സോർവ് ആക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ സാധാരണ ഒരു സ്മിയർ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് മൊത്തത്തിൽ സ്ലൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ അത്രയും ഏരിയ സ്ക്രീൻ ചെയ്തിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് കൊടുക്കാനായിട്ട്. പക്ഷേ ഈ സൈറ്റോസെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ സെൽസ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് വളരെ കുറച്ച് ഏരിയ അല്ലെങ്കിൽ എന്താ ഫീൽഡ് സ്ക്രീൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതാണ് സൈറ്റോസെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് സൈറ്റോസെൻട്രിഫ്യൂജസ് ആണ്. ഷാൻഡൻ സൈറ്റോസെൻട്രിഫ്യൂജ് 1, ദെൻ ഷാൻഡൻ സൈറ്റോസെൻട്രിഫ്യൂജ് 2 and 3, ദെൻ വെസ്കർ സൈറ്റോപ്രോ ഹെറ്റിക് സെൻട്രിഫ്യൂജ്, ദെൻ ലീഫ് സെൻട്രിഫ്യൂഗൽ സൈറ്റോളജി ബക്കറ്റ്സ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് സൈറ്റോസെൻട്രിഫ്യൂജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, ഷാൻഡൻ സൈറ്റോസെൻട്രിഫ്യൂജ് 1, 2 and 3, ദെൻ വെസ്കർ സൈറ്റോപ്രോ ഹെറ്റിക് സൈറ്റോസെൻട്രിഫ്യൂജ്, ലീഫ് സെൻട്രിഫ്യൂഗൽ സൈറ്റോളജി ബക്കറ്റ്സ് ഒക്കെയാണ് സൈറ്റോസെൻട്രിഫ്യൂജസിന് എക്സാമ്പിളായിട്ട് വരിക. അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി നമുക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ഇപ്പോൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് യൂസസ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് ക്യാൻസർ സെൽസ് സസ്പെൻഡഡ് ഇൻ ഫ്ലൂയിഡ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നേരത്തെ സൈറ്റോസെൻട്രിഫ്യൂജിൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഇനി ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പല ടൈപ്പിലുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. അത് ഓരോ ഫിൽറ്റേഴ്സും അതിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 ഫിൽറ്റേഴ്സാണ് ഏതൊക്കെ, ജെൽമാൻ ഫിൽറ്റർ, മില്ലിപോർ ഫിൽറ്റർ ആൻഡ് ന്യൂക്ലിയോപോർ ഫിൽറ്റേഴ്സ്. പേരുകളൊക്കെ ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്, ജെൽമാൻ ഫിൽറ്റർ ഉണ്ട്, മില്ലിപോർ ഫിൽറ്റർ ഉണ്ട്, ദെൻ ന്യൂക്ലിയോപോർ ഫിൽറ്റർ ഉണ്ട്. ഈ ജെൽമാൻ ആൻഡ് മില്ലിപോർ എന്ന് പറയുന്നത് എന്താണ്, സെല്ലുലോസ് കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 140 മൈക്രോൺ ആണ്. ഓക്കെ, അതിൻ്റെ കളർ എന്താണ്, ഒപ്പേക്ക് വൈറ്റ്. അപ്പം ജെൽമാൻ ആൻഡ് മില്ലിപോർ എന്ന് പറയുമ്പോൾ അത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 140 മൈക്രോൺ ആണ്. ദെൻ ഒപ്പേക്ക് വൈറ്റ് ഇൻ കളറാണ്. ഇനി ന്യൂക്ലിയോപോർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അത് കളർലെസ് ആണ്. കളർലെസ്, ട്രാൻസ്പെയറൻ്റ് ആണ്, 10 മൈക്രോൺ തിക്നെസ് ആണ്. ഓക്കെ, ഇപ്പോൾ ജെൽമാൻ ആൻഡ് മില്ലിപോർ 140 മൈക്രോണും ന്യൂക്ലിയോപോർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ 10 മൈക്രോൺ തിക്നെസ്സുമാണ്. അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, പോളി കാർബണേറ്റ് ഫിൽറ്റേഴ്സാണ്. അപ്പോൾ ജെൽമാൻ ആൻഡ് മില്ലിപോർ സെല്ലുലോസ് ഫിൽറ്റേഴ്സും ന്യൂക്ലിയോപോർ എന്ന് പറയുന്നത് പോളി കാർബണേറ്റ് ഫിൽറ്ററും ആണ്. ഇനി ഈ ഒരു ടേബിള് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നല്ല രീതിയിൽ പഠിക്കുക. ഏതൊക്കെ ഫിൽറ്റേഴ്സിന് ഏതൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്താ ഏതൊക്കെ ഫിൽറ്റേഴ്സിനാണ് നമ്മൾ ഏതൊക്കെ സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ടേബിളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ദെൻ മില്ലിപോർ ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ലിറ്റിൽ ഓർ നോ ഇഫക്റ്റ്, പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നും കോസ് ചെയ്യാത്ത ഏതൊക്കെയാണ്, ക്ലോറോഫോം, ഫോർമാലിൻ, 100% ഐസോപ്രോപ്പനോൾ, സൈലീൻ ആൻഡ് 100% പ്രൊപ്പനോൾ. ഇനി സം ഇഫക്റ്റ്, മില്ലിപോർ ഫിൽറ്റേഴ്സിനകത്ത് സം ഇഫക്റ്റ് കോസ് ചെയ്യുന്നത് എന്താണ്, 95% എത്തനോളാണ്. അതിൻ്റെ നോസ്വെല്ല് ചെയ്യിക്കുന്നത്. ഇനി ഈ ഫിൽറ്റേഴ്സിനെ അങ്ങ് ഡിസോൾവ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ അതിന് ഡിഫോമിറ്റീസ് സംഭവിക്കുന്ന ടൈപ്പിലുള്ള കെമിക്കൽസ് ഏതൊക്കെയാണ്, അസറ്റോൺ, മെഥനോൾ ആൻഡ് 100% എഥനോളാണ് മില്ലിപോർ ഫിൽറ്റേഴ്സിൽ ഡിസോൾവ് ചെയ്യിക്കുന്നത്. ഇനി ജെൽമാൻ ഫിൽറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇഫക്റ്റ് ഒന്നും കോസ് ചെയ്യാത്തതാണ് ഫോർമാലിൻ, 100% പ്രൊപ്പനോൾ, ദെൻ ഐസോപ്രോപ്പനോൾ, സൈലീൻ, മെഥനോൾ ആൻഡ് എഥനോൾ 100%. അവിടെയും 95% എഥനോൾ യൂസ് ചെയ്താൽ എന്ത് കിട്ടും, അത് സ്വെല്ല് ചെയ്യിക്കും. ദെൻ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ അതിനെ ഡിസോൾവ് ചെയ്യിക്കും.
ദെൻ ന്യൂക്ലിയർ പോർ ഫിൽറ്റേഴ്സിനകത്ത് നമുക്ക് ഇഫക്റ്റ് ഒന്നും കോസ് ചെയ്യാത്തതാണ്. ഫോർമാലിൻ, പ്രൊപ്പനോൾ, ഐസോപ്രൊപ്പനോൾ, മെഥനോൾ, എഥനോൾ ആൻഡ് 95% എഥനോൾ എന്ന് പറയുന്നത്. സൈലിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? if left longer curls if left longer than 10 to 15 minutes 10-15 മിനിറ്റിൽ കൂടുതൽ അതിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കേൾ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിനെ ഡിസോൾവ് ചെയ്യിക്കുന്ന തരത്തിലുള്ള കെമിക്കലാണ് എന്ന് പറയുന്നത് ക്ലോറോഫോം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സിനെ ഡിസോൾവ് ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ക്ലോറോഫോം എന്ന് പറയുന്നത് നമുക്ക് ജെൽമാനകത്തും ന്യൂക്ലിയർ ഫോമിനകത്തും യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് രണ്ടും എന്ത് ചെയ്യും? ഈ ജെൽമാനെയും ന്യൂക്ലിയർ ഫോമിനെയും എന്ത് ചെയ്യും? ക്ലോറോഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസോൾവ് ചെയ്യിക്കും. അസറ്റോൺ, മെഥനോൾ ആൻഡ് എഥനോൾ നമുക്ക് മില്ലിപോറിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അടുത്തത് ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജിയാണ്. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഈ സൈറ്റോളജിക്കകത്ത് എന്നൊക്കെ പറയും നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് പോർഷനേ വരുന്നുള്ളൂ. പക്ഷേ ആ ഉള്ള പോർഷൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി നമുക്ക് സെൽസിൻ്റെ മോർഫോളജിയോ അങ്ങനെയുള്ള ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ടെക്നിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുകൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജിയിലേക്ക് നോക്കാം. LBC ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി എന്ന് പറയുമ്പോൾ സൈറ്റോളജി ത്രൂ എ ലിക്വിഡ് മീഡിയം, സ്റ്റഡി ഓഫ് സെൽസ് ത്രൂ എ ലിക്വിഡ് മീഡിയം. നമ്മൾ കളക്ട് ചെയ്യുന്ന സെൽസിനെ ഒരു ലിക്വിഡ് മീഡിയത്തിൽ ആക്കിയിട്ട് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുന്നു. Cells are collected from cervix or any other sites are placed directly into liquid preservative. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെൽസിനെ കളക്ട് ചെയ്തിട്ട് അതിനെ ഡയറക്റ്റ് ആയിട്ടൊരു ലിക്വിഡ് പ്രിസർവേറ്റീവിനകത്ത് ആഡ് ചെയ്യും. റാദർ ദാൻ ട്രാൻസ്ഫർ ടു സ്ലൈഡ്. നമ്മൾ നോർമലി പാസ്മിയർ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് അവിടുന്ന് സെൽസ് സ്ക്രൈപ്പ് ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ്ലി സ്ലൈഡിനകത്തേക്ക് മാറ്റി സ്മിയർ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്ലൈഡിനകത്തേക്ക് മാറ്റുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊരു ലിക്വിഡ് പ്രിസർവേറ്റീവിനകത്തേക്ക് മാറ്റുന്നു. ദെൻ സാമ്പിൾ ഈസ് പ്രോസസ്ഡ് ആൻഡ് റിസൾട്ട് ഇൻ തിൻ സ്മിയർ ഈസി ടു സ്ക്രീൻ. എന്നിട്ട് നമ്മൾ അതിനെ ഫർദർ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു തിൻ സ്മിയർ ആക്കി മാറ്റി അതിൽ നിന്ന് ഡയഗ്നോസ്റ്റിക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ LBC തന്നെ പല ടൈപ്പിലുണ്ട്. FDA അപ്രൂവ് ചെയ്ത മെത്തേഡ്സ് ഉണ്ട്, FDA അപ്രൂവ് ചെയ്യാത്ത മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ FDA അപ്രൂവ്ഡ് മെത്തേഡ്സ് ആണ് തിൻ പ്രപ്പ് ആൻഡ് ഷുവർ ബാത്ത്. ഇതും നമ്മൾ ഓർത്തിരിക്കുക. തിൻ പ്രപ്പ് ആൻഡ് ഷുവർ ബാത്ത് ആണ് FDA അപ്രൂവ് ചെയ്തിട്ടുള്ള LBC മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അപ്രൂവ് ചെയ്യാത്ത മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സൈറ്റോസ്ക്രീൻ, ടർബിടെൽ, സെൽ സ്ലൈഡ്, പാപ് സ്പിൻ ഇതൊക്കെയാണ് FDA അപ്രൂവൽ ഇല്ലാത്ത മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷനും സെഡിമെൻറ്റേഷനും ഒക്കെ മാനുവൽ മെത്തേഡ്സിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ FDA അപ്രൂവ്ഡ് മെത്തേഡ്സ് ആയിട്ടുള്ള തിൻ പ്രപ്പിൻ്റെ ഷുവർ ബാത്തിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. തിൻ പ്രപ്പ് എന്ന് പറയുമ്പോഴെന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് കളക്ടിങ് ദ സാമ്പിൾ ഇൻ എ വയൽ വിത്ത് എ പ്രിസർവേറ്റീവ്, ദെൻ യൂസിങ് എ പ്രോസസർ ടു ഫിൽറ്റർ ആൻഡ് പ്രിപ്പയർ ദ സെൽസ് ഫോർ സ്റ്റെയിനിങ് ആൻഡ് മൈക്രോസ്കോപ്പിക് അനാലിസിസ്. നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. അത് കളക്ട് ചെയ്തിട്ടുള്ള ആ സാമ്പിളിനെ നമ്മളൊരു വയലിനകത്തേക്ക്, അതായത് പ്രിസർവേറ്റീവ് സൊല്യൂഷനുള്ള വയലിനകത്തേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്തിട്ട് സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് സ്മിയറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്ന മെഥനോളാണ് നമ്മൾ തിൻ പ്രപ്പിൽ ഫിക്സേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിൾസ് യൂണിഫോം ആയിട്ടൊരു 20 മില്ലിമീറ്റർ ഏരിയയിലാണ് നമുക്ക് സ്ലൈഡ്സ് കിട്ടുന്നത്, സ്മിയർ കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോർമലി ഒരു പാപ് സ്മിയർ നമ്മൾ സ്പാച്ചില വെച്ചിട്ട് സ്ക്രൈപ്പ് ചെയ്യുന്നു. ദെൻ സ്മിയറിനകത്തേക്ക് ആക്കുമ്പോഴത്തേക്ക് ആ ഒരു ഓൾമോസ്റ്റ് ഒരു 3/4 പോർഷനിൽ നമുക്ക് ആ ഒരു സ്മിയർ അല്ലെങ്കിൽ ആ സെൽസ് എല്ലാം കൂടി നമ്മൾ അഡയർ ചെയ്ത് സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ തിൻ പ്രപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സെൽസിനെ ഒരു 20 മില്ലിമീറ്റർ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡയമീറ്ററിലേക്ക് മാത്രമായിട്ട് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് സ്ക്രീൻ ചെയ്തുകൊണ്ട് ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് തിൻ പ്രപ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ
നമ്മളിത് സാമ്പിൾ ഈ ഒരു വയലിനകത്തേക്ക് ഇവിടെ കണ്ടില്ലേ സൊല്യൂഷനുണ്ട്, പ്രിസർവേറ്റീവ് ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽസ് കളക്ട് ചെയ്ത സെൽസിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു. നമ്മൾ സർവൈക്കൽ ബ്രഷ് ആണെങ്കിലും ബ്രഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് നല്ല രീതിയിൽ റിൻസ് ചെയ്ത് വെക്കാം. അപ്പോൾ സെൽസ് എല്ലാം ഈ ഒരു ഫ്ലൂയിഡിനകത്തായല്ലോ. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്തിട്ട് ഈ ഒരു വാക്വം പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ റൗണ്ടിൽ കാണപ്പെടുന്നതാണ് ഫിൽറ്റർ. ഓക്കെ, ഈ ഒരു ഫിൽറ്ററിനകത്തേക്ക് ഫിൽറ്റർ ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു സൊല്യൂഷനകത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ ആ ബ്രഷ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, അതിനകത്ത് അഡ്ഹെയർ ആയിരിക്കുന്ന സെൽസ് എല്ലാം തന്നെ ഇവിടെ വീഴുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിസ്പേർഷൻ. എന്നിട്ട് നമ്മൾ അതിനെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, സെല്ലിനെ കളക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ഈ ഇരിക്കുന്ന മെമ്പറൈൻ ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ, ഈ ഫിൽറ്ററിനകത്ത് നമ്മളൊരു വാക്യൂം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടില്ലേ ഈ സെൽസ് എല്ലാം കൂടെ ആരോ കണ്ടോ അങ്ങോട്ട് പോകുന്നത്, പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സെൽസ് നമ്മൾ ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള സെൽസിനെ എല്ലാം കൂടെ ഈ ഒരു ഫിൽറ്ററിനകത്തേക്ക് കളക്ട് ചെയ്യുന്നു. ഈ ഫിൽറ്റർ ആ ഫിൽറ്ററിനെ ഇനി ഊരിയെടുത്തതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫിൽറ്റർ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ സെൽസ് എല്ലാം നമ്മുടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ മൊത്തത്തിൽ ആ മീഡിയത്തിലേക്ക് മിക്സ് ചെയ്തു, ഡിസ്പേഴ്സ് ചെയ്തു. എന്നിട്ട് അതിനെ ഒരു വാക്യൂം അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് വന്ന് കളക്റ്റായി. ആ കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു, സ്ലൈഡിനകത്തേക്ക് സ്ലൈഡ് കണ്ടില്ലേ, ഈ സ്ലൈഡിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം തിൻ പ്രപ്പിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡിസ്പേർഷൻ, കളക്ഷൻ ആൻഡ് ട്രാൻസ്ഫർ. DCT എന്നോർത്തിരിക്കുക. ഡിസ്പേർഷൻ, കളക്ഷൻ ആൻഡ് ട്രാൻസ്ഫറിങ്. ഓക്കെ, ആദ്യമേ നമ്മൾ സെൽസിനെ നല്ല രീതിയിൽ ആ ഫ്ലൂയിഡിനകത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നു. ദെൻ വാക്യൂം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ മെംബ്രെയിനകത്തേക്ക് വന്ന് സെൽസ് അറ്റാച്ച് ചെയ്യുന്നു. ആ അറ്റാച്ച് ചെയ്തിട്ടുള്ള സെൽസിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്ലൈഡിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? അടുത്ത മെത്തേഡാണ് FDA അപ്രൂവ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് മെത്തേഡാണ് ഷുവർ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ നമ്മളെങ്ങനെയാണ് വാക്യൂം അപ്ലൈ ചെയ്തിട്ട് ആ മെംബ്രെയിനിലേക്ക് കളക്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഇവിടുത്തെ സെൽ കോൺസെൻട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാവിറ്റി സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വഴിയാണ് ഷുവർ പാത്തിനകത്ത് സെൽസിനെ കളക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്ന എഥനോളാണ്. ഇവിടുത്തെ ഏരിയ അല്ലെങ്കിൽ സ്മിയറിൻ്റെ ആ ഒരു സെൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 13 mm ആണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഡിഫറൻസ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ, സെൽ കളക്റ്റഡ് ഇൻ എഥനോൾ ബേസ്ഡ് ഫിക്സേറ്റീവ്. നമ്മൾ ആദ്യമേ സെൽസിനെ എഥനോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫിക്സേറ്റീവിനകത്ത് കളക്ട് ചെയ്യുന്നു. അതിനെ നല്ല രീതിയിൽ വോർട്ടെക്സ് at 3000 RPM for 15 seconds for cell dissociation. നല്ല രീതിയിൽ ആ സെൽസ് അതിനകത്തേക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോർട്ടെക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഒരു ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള റിയേജൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ സെൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് കോൺസെൻട്രേഷൻ ടെക്നിക്സിനകത്ത് വരുന്ന അടുത്ത മെത്തേഡാണ് പ്രിപ്പറേഷൻ ഓഫ് സെൽ ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽ ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലോട്ടിൻ്റെ കാര്യം, ക്ലോട്ടഡ് ആയിട്ടുള്ള സാമ്പിളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞായിരുന്നു, ക്ലോട്ടിനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഊസ് ഔട്ട് ചെയ്ത് വരുന്ന ഫ്ലൂയിഡിൽ നിന്നും നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലോട്ടിനെ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഒരു സെൽ ബ്ലോക്ക് ആക്കി പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഈ സെൽ ബ്ലോക്ക് എന്ന് പറയുന്നത്? Cell block technique or paraffin embedding of sediments of fluids is among the oldest methods of preparing material for microscopic examination. നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽ ബ്ലോക്സിനെ ഒരു പാരഫിൻ എംബഡഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആക്കി ഈ സെൽസിനെ മാറ്റുന്നു. The method uses histologic techniques for processing and thus offers a major advantage. That is, multiple sections of the same materials may be processed for routine stains such as hematoxylin and eosin and for special stains. നമുക്ക് സൈറ്റോളജിയുടെ ഒരു സ്മിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ FNAC ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആസ്പിറേറ്റ് ചെയ്യുന്ന സാമ്പിൾസ് ജസ്റ്റ് അന്നേരം എത്ര സ്ലൈഡിലോട്ട് എടുക്കുന്നു അത്രയും സ്ലൈഡ്സ് നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ സെഡിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ അന്നേരം തന്നെ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ പിന്നീട് നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്മിയേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ നമ്മളിങ്ങനെ സെൽ ബ്ലോക്കാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഫർദറായിട്ടൊരു സ്റ്റെയിനിങ് പ്രോസസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും പിന്നീട് സെക്ഷൻസ് എടുത്തിട്ട് സെൽസ് അവൈലബിൾ ആക്കി മാറ്റുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്പ്യൂട്ടം, എഫ്യൂഷൻസ്, ദെൻ യൂറിൻ സെഡിമെൻറ്റ്സ്, അതുപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതെല്ലാം തന്നെ നമുക്ക് സെൽ ബ്ലോക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഇതാണ് നമ്മൾ സെൽ ബ്ലോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്. ഏതാണ് ദ ബെസ്റ്റ് ഫിക്സേറ്റീവ് ഫോർ സെൽ ബ്ലോക്സ്? നമ്മൾ ബോയിൽസ് ഫിക്സേറ്റീവ്. ബോയിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പിക്രിക് ആസിഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ആണല്ലോ. അപ്പോൾ ബോയിൽസ് അല്ലെങ്കിൽ ബാക്കി പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ AAF ഫിക്സേറ്റീവ്, അസറ്റിക് ആസിഡ് ആൽക്കഹോൾ ഫോർമാലിൻ ഫിക്സേറ്റീവ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. PSCയുടെ ആൻസർ കീക്കകത്തൊക്കെ AAF ഫിക്സേറ്റീവ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്സിനകത്തൊക്കെ ബോയിൽസും അതായത് പിക്രിക് ആസിഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സ് ആണ് പറയുന്നത്. അപ്പം ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. PSCയിൽ നേരത്തെ ചോദിച്ചിരുന്നപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളത് AAF ഫിക്സേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷനകത്ത് AAF ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം സെൽ ബ്ലോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ ഏതാണ്? AAF ഫിക്സേറ്റീവ്. ഓക്കെ, അത് ഓപ്ഷനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോയിൽസിനകത്തോട്ടോ അല്ലെങ്കിൽ പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ്സ് എന്നുള്ള ജനറൽ ടൈമിനകത്തോട്ടോ പോകാം. പിന്നെ നമുക്ക് ഈ ഒരു സെൽ ബ്ലോക്ക് പ്രിപ്പറേഷൻ പല രീതിയിൽ നമ്മൾ ചെയ്യാം. ഏതൊക്കെ മെത്തേഡ്സ് ആണ്? ഡയറക്റ്റ് പ്രോസസ്സിങ് ഓഫ് ടിഷ്യൂ ഫ്രാഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഫ്ലൂയിഡ്സ്, ഡയറക്റ്റ് മെത്തേഡുണ്ട്. ദെൻ ഫിക്സഡ് സെഡിമെൻറ്റ് മെത്തേഡുണ്ട്, ബാക്ടീരിയൽ അഗാർ മെത്തേഡുണ്ട്. അവിടെ 3% അഗാറാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സിംപ്ലിഫൈഡ് സെൽ ബ്ലോക്ക് ടെക്നിക് യൂസിങ് ആൽക്കഹോൾ, അസിറ്റോൺ ആൻഡ് പാരഫിൻ യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് പ്രിപ്പയർ ചെയ്യാം. ദെൻ കോമ്പാക്റ്റ് സെൽ ബ്ലോക്ക് ടെക്നിക് ഉണ്ട്. ആൻഡ് ഫൈനലി പ്ലാസ്മ ത്രോംബിൻ മെത്തേഡ്സ്. ഈ മെത്തേഡ്സിൻ്റെ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു ഫിക്സേറ്റീവിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ സൈറ്റോളജി ലാബിൽ റിസീവ് ചെയ്യുന്ന സ്പെസിമെൻസിനെ പ്രീഫിക്സേഷൻ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ സ്മിയർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ സ്മിയർ ആക്കി മാറ്റുന്ന ടെക്നിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ ടെക്നിക്സാണ് നമ്മൾ സ്മിയർ ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിങ്ങിനകത്ത് വരുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്? പല രീതിയിൽ, അതായത് ഓരോ സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ഓരോരോ മെത്തേഡ്സാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്നുകിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ സെഡിമെൻറ്റ് സ്മിയർ. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്രേപ്പിങ്സോ അല്ലെങ്കിൽ ആസ്പിറേറ്റ് FNAC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്മിയറിലേക്ക് മാറ്റാം. അപ്പോൾ ഒന്നുകിൽ പ്ലെയിൻ സ്ലൈഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അഡ്ഹസീവ്സ് യൂസ് ചെയ്യാം. APS അല്ലെങ്കിൽ APS ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. APSോ ആൽബുമിനോ ഏതാണെങ്കിലും നമുക്ക് അഡ്ഹസീവ്സ് യൂസ് ചെയ്യാവുന്നതാണ്. സെഡിമെൻറ്റ് സ്മിയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് നമുക്ക് വോളിയം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഹൈ വോളിയം ആയിട്ടുള്ള സ്പെസിമെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ആ സൂപ്പർനൈറ്റിൽ ഡിസ്കാർഡ് ചെയ്യാം. സെഡിമെൻറ്റിൽ നിന്ന് നമുക്ക് സ്മിയർ കളക്ട് ചെയ്യാവുന്നതാണ്, സ്മിയർ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെ മ്യൂക്കോയിഡ് ആയിട്ടുള്ള സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്യൂട്ടം സാമ്പിൾസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡ് എന്ന് പറയുമ്പോഴേക്കും സ്പ്യൂട്ടം സാമ്പിളൊക്കെ ആകുമ്പോൾ നമുക്ക് പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡാണ്. അവിടെ നമ്മൾ മാക്രോസ്കോപ്പിക്കലി എക്സാമിൻ ചെയ്തിട്ട് കുറച്ച് ഡിസ്കളേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും സോളിഡ് മെറ്റീരിയൽസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻസ് നമ്മൾ പിക്ക് ചെയ്യുന്നു, സ്ലൈഡിനകത്തേക്ക് മാറ്റുന്നു. അതിന് ഹൊറിസോണ്ടലായിട്ട് വേറൊരു സ്മിയർ നമ്മൾ സ്ലൈഡ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ക്രഷ് ചെയ്യുന്നു. ക്രഷ് ചെയ്തിട്ട് അതിനെ പുള്ളപ്പാട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഇങ്ങനെ നീക്കി വലിച്ചിട്ട് 2 സ്ലൈഡ്സ് ആക്കി കിട്ടും. അതാണ് നമ്മൾ മ്യൂക്കസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പ്യൂട്ടം സാമ്പിൾസിനൊക്കെ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സൈറ്റോസെൻട്രിഫ്യൂജ് പ്രിപ്പറേഷൻസ് ഉണ്ട്. സൈറ്റോസെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ ലോ വോളിയം ആയിട്ടുള്ള സ്പെസിമെൻസിനെ നമുക്ക് വലിയൊരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ലോ വോളിയം സ്പെസിമെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈറ്റോസെൻട്രിഫ്യൂജ് യൂസ് ചെയ്യാം. സൈറ്റോസെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോഴേക്ക് അതിനകത്ത് ഒരു സൈറ്റോസെൻട്രിഫ്യൂജ് അപ്പാരറ്റസ് ഉണ്ട്, സൈറ്റോ ഫണലുണ്ട്. ദെൻ അതിന് പിറകിലായിട്ട് ആ ഫണലിന് പിറകിലായിട്ട് നമ്മളൊരു ഫിൽറ്റർ കാർഡ് വെക്കുന്നു. ദെൻ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു സ്ലൈഡ് വെക്കുന്നു. ഇതെല്ലാം കൂടി നമ്മൾ ആ ഒരു നമ്മുടെ സാമ്പിൾ ഹോൾഡറിനകത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയാണ് നമ്മൾ സൈറ്റോസെൻട്രിഫ്യൂജ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അപ്പാരറ്റസ് ആണ് നമ്മൾ സെൻട്രിഫ്യൂജിനകത്തേക്ക് വെക്കുക. അപ്പോൾ ഈ സൈറ്റ് ഓഫ് ഫണലിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സാമ്പിൾസ് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു പോർട്ടിലൂടെ വന്ന് കറക്റ്റായിട്ടുള്ളൊരു ഏരിയയിൽ നമ്മുടെ സ്മിയറിലേക്ക് വന്ന് സെൽസ് വരികയും അതിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്സിനെയെല്ലാം നമ്മുടെ ഫിൽറ്റർ കാർഡിലേക്ക് ഫ്ലൂയിഡ് എല്ലാം അബ്സോർവ് ചെയ്യുകയും സെൽസ് മാത്രമായിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഓട്ടോമേറ്റഡ് സൈറ്റോളജി സിസ്റ്റത്തിനകത്ത് വരുന്ന മെത്തേഡ്സ് ആയിരുന്നു. FDA അപ്രൂവ് ചെയ്തിട്ടുള്ള മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ, തിൻ പ്രപ്പ് ആൻഡ് ഷുവർ പാത്ത്. അപ്പോൾ അതിൽ തിൻ പ്രപ്പിൻ്റെ ഷുവർ പാത്തിനെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ എന്താണ്, DCT സെൽ ഡിസ്പേഴ്സ് ചെയ്യുന്നു, ദെൻ സെല്ലിനെ കളക്ട് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഫിൽറ്ററിലേക്ക് മാറ്റുന്നു, ദെൻ ട്രാൻസ്ഫർ ടു ദി സ്ലൈഡർ. പിന്നെ ഷുവർ പാത്തിനകത്ത് വരുന്നത് നമ്മൾ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് വരുന്നത്. അവിടെയും നമ്മൾ വോർട്ടെക്സ് ചെയ്തിട്ട് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, ആ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡെൻസിറ്റിയെ ബേസ് ചെയ്തിട്ട് സെൽസ് വരികയാണ് ചെയ്യുക. ദെൻ നമ്മൾ ഫിൽറ്റേഴ്സ് പറഞ്ഞു, ജെൽമാൻ ഫിൽറ്റർ, ന്യൂക്ലിയോപോർ ഫിൽറ്റർ ആൻഡ് മില്ലിപോർ ഫിൽറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ഏജൻസാണ് അതിനെ യൂസ് ചെയ്താലും അതിന് പ്രോബ്ലം ഇല്ലാത്തത് അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ സെൽ ബ്ലോക്കിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഫിക്സേറ്റീവാണ്. ഫിക്സേറ്റീവാണ് നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ബോയിൻസ് അല്ലെങ്കിൽ പിക്രിക് ആസിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സൊല്യൂഷൻസും ഫിക്സേറ്റീവ്സും നമുക്ക് സെൽ ബ്ലോക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഫ്ലൂയിഡ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൈറ്റോളജിയിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പ്രീ ഫിക്സേറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു, മേജറായിട്ട് വരുന്ന സാമ്പിൾസ്, അതിൻ്റെ 3 ടൈപ്സ്, ദെൻ പ്രിപ്പറേഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ പ്രത്യേകിച്ച് 2 ടേബിളിനകത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രീ ഫിക്സേറ്റീവ്, ബെസ്റ്റ് പ്രീ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് 50% ആൽക്കഹോളാണ്. ദെൻ അതിൽ ആ ഒരു 50% എന്നുള്ളത് കൂടാനായിട്ട് പാടില്ല. ഇൻ കേസ് ഗ്യാസ്ട്രിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 95% എത്തനോൾ യൂസ് ചെയ്യാം. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എല്ലാ സ്ലൈഡ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.